അപ്പോൾ മിസ്റ്റർ അരവിന്ദ് തോമസ് അദ്ദേഹത്തിന് എന്നോട് ചോദ്യമൊക്കെ ചോദിക്കാം. വേറെ ആളുകൾക്കും എങ്ങനെയാണ് സിസ്റ്റം എനിക്കറിയില്ല, ആർക്കും ചോദിക്കാം. ഞാൻ മറുപടി പറയാം. യെസ് സർ, യെസ് സർ, താങ്ക് യു സർ. സാറേ, ഞങ്ങൾ സാറിൻ്റെ ഔദ്യോഗിക ജീവിതം ആദ്യമായിട്ട് തുടങ്ങിയത് 1988 നെടുമങ്ങാട് ASP ആയിട്ടാണ് തുടങ്ങിയത് സാർ. അപ്പോൾ 2021 ജൂലൈ 31 സാറ് വിരമിക്കുന്നു. 36 വർഷങ്ങളുടെ സേവനം. സാറിന് കേരളത്തിലേക്കുള്ള സാറിൻ്റെ ആദ്യത്തെ യാത്ര ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ ഞങ്ങളുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട്? അതിപ്പോ ഇത് മിക്കവാറും എല്ലാ ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ മിക്കവാറും ആളുകൾ അത് വായിച്ച് കഴിഞ്ഞു. മലയാളം മനോരമയിൽ ഒരു സൺഡേ പേപ്പറിൽ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതിനകത്തൊന്നുമില്ല. നമ്മുടെ ഒരു സർവീസിന് മുമ്പ് എനിക്ക് കേരളത്തിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലോ വരാൻ പറ്റിയില്ലായിരുന്നു. സർവീസിൽ കേരളത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ ആണ് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരിക. ഡിസ്റ്റൻസ് ഒന്നും വരികയില്ലായിരുന്നു. ബിക്കാനേറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ പറഞ്ഞു, അവർ ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ചെന്നൈൻ്റെ ആണ്, അത് മദ്രാസാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇത് മദ്രാസും എനിക്ക് പോകുന്നത് തിരുവനന്തപുരമാണ്. അവർ പറഞ്ഞു, സാറേ വലിയ കാര്യമൊന്നുമില്ല, അവർക്കും അറിയില്ല, വളരെ അടുത്തൊക്കെ കാണും സാർ വിഷമിക്കേണ്ട ഈ കാര്യത്തിൽ. പക്ഷേ അത് ഒരു 1000 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൻ്റെ കാര്യം ആ സമയത്തിന് ബിക്കാനേറിലോ വരികില്ല, ഇന്നും വരികില്ല. ഇഫ് ഐ ആസ്ക് യു വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജയ്പൂർ ആൻഡ് ബിക്കാനേർ ഓർ ജയ്പൂർ ഓർ ഡൽഹി, ഒബ്വിയസ്ലി യു വോണ്ട് നോ. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് ഒരു ദിവസം ശേഷം ട്രിവാൻഡ്രത്തിൽ വരേണ്ടി വന്നു. അതാണ് അന്നത്തെ കാര്യം. സാറേ, ആക്ച്വലി നമ്മൾ സാധാരണ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ നമ്മൾ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ, പ്രത്യേകിച്ച് സിവിൽ സർവീസിലുള്ള ആൾക്കാർ, അവർ ചെയ്യുന്നത് അവരുടെ സർവീസ് സ്റ്റോറിയെ കുറിച്ചൊക്കെയാണ് എഴുതാറുള്ളത്. ഇപ്പം നമുക്ക് മുൻപിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ അല്ലെ D. ബാബു പോൾ സാറൊക്കെ അങ്ങനത്തെ ഉദാഹരണങ്ങളാണ്. പക്ഷേ ഈ വൈകും മുൻപേ എന്നുള്ള പുസ്തകം എഴുതുവാനുള്ള കാരണം, സാറിൻ്റെ ഒരു സർവീസ് സ്റ്റോറിക്ക് പകരം ഈ ഒരു പുസ്തകം എഴുതാനുള്ള കാരണം എന്താണ് സാറേ? ഈ സർവീസ് സ്റ്റോറികൾ എൻ്റെ അഭിപ്രായത്തിൽ ആളുകൾ എന്തിനാണ് എനിക്ക് ഒരു പോലീസ് ഓഫീസറായിട്ട് എനിക്ക് പറയാൻ ഊഹിക്കാൻ സാധിക്കും. നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ഒരു ചിന്ത, എനിക്ക് ആ കാര്യം ചെയ്യാമായിരുന്നു പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ വിചാരങ്ങൾ നമ്മുടെ മനസ്സിനെ കാണും. ആസ് ഫാർ ആസ് ഐ എം കൺസേൺ, അങ്ങനെ ഒരു ഖേദമോ അങ്ങനെ ഒരു വിചാരം എൻ്റെ മനസ്സിലില്ല. എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ അന്ന് ചെയ്തു. അപ്പോൾ ചെയ്ത കാര്യത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താണെന്ന്, ചെയ്ത കാര്യങ്ങൾ നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ എന്തൊക്കെ സർവീസിൽ ചെയ്തു, വിച്ച് മോസ്റ്റ് ഓഫ് യു നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ നിങ്ങളെ അറിയാവുന്ന കാര്യത്തിൽ വീണ്ടും വീണ്ടും എഴുതിൻ്റെ എന്താ പ്രസക്തി എന്താണ്? ചിലപ്പോൾ നിങ്ങൾ പോലെ അത് വായിക്കില്ല. കൂടുതൽ ഈ പോലീസ് ഓഫീസർമാരോ ഇല്ലെങ്കിൽ മറ്റേ ആളുകളോ ഒക്കെ ഈ കേന്ദ്രീയ ഗവൺമെൻറ് ഏജൻസികളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എഴുതുന്നത് കുറേ രഹസ്യങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ അന്ന് ഇയാൾക്ക് ഇയാൾ ഒരു പക്ഷെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആളുകൾ ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എഴുതാൻ ശ്രമിക്കുന്നതാണ്. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. അങ്ങനെ ഒരു രഹസ്യം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ അങ്ങനെ രഹസ്യമായിട്ട് ജോലി ചെയ്യാനും പറ്റുന്നില്ല. നമുക്ക് വീട്ടിൽ എന്താണ് നടക്കുന്നത് പോലും നാട്ടുകാർക്ക് അറിയാം. ഇറ്റ്സ് എ ട്രാൻസ്പെറൻറ്റ് സൊസൈറ്റി. അപ്പോൾ അന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്തു. നമ്മൾ ചെയ്യാൻ കാര്യങ്ങൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ കാര്യവും നാട്ടുകാർക്കും അറിയാം. So there is nothing else to write in a service story which you people don't know. That is my opinion. അതുകൊണ്ടാണ് സർവീസ് സ്റ്റോറി എഴുതാതെ. പിന്നെ ഫോർ എ കൈൻഡ് ഇൻഫോർമേഷൻ, കൊള്ളാവുന്ന ഒരു ഓഫീസറും സർവീസ് സ്റ്റോറി എഴുതിയിട്ടില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓർബീസ് തരംഗം അറിയാത്ത ഇവിടെ ആരുമില്ല. അദ്ദേഹത്തിന് പോലുള്ള അനുഭവം ഇവിടെ ഒറ്റ പോലീസ് ഓഫീസറിനെ ഇല്ല. റോമിലും 4 വർഷം ജോലി ചെയ്ത ആളാണ് അദ്ദേഹം.
നമ്മുടെ വെട്ടിക്കണിലൊക്കെ. അത് ആസ് എ റോ ഓഫീസർ ഹി വാസ് പോസ്റ്റഡ് ഇൻ ഇറ്റലി ഫോർ 4 years. അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളുണ്ടാവുമോ? ആയിരക്കണക്കിന് കഥകളൊക്കെ ഉണ്ടാവും. ഈ ഹാസ് നോട്ട് റിട്ടൺ. കെ ജെ ജോസഫ് സാർ എഴുതിയിട്ടില്ല. പിന്നെ ഒത്തിരി ഓഫീസർമാരുണ്ട്, അറിയപ്പെടുന്ന ഓഫീസർമാർ, അവരാരും എഴുതിയില്ലല്ലോ. പിന്നെ അപ്പോൾ ദർ മസ്റ്റ് ബി റീസൺ ഫോർ ദാറ്റ്. സർവീസിൽ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ, ചില സെൻസിറ്റീവ് നേച്ചറിൻ്റെ കുറേ കാര്യങ്ങളുണ്ടാവും. അത് നമുക്ക് അങ്ങനെ ഒരു പുറമെ നാട്ടുകാരുടെ മുമ്പിൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നാണ്. അന്ന് ഉണ്ടായിരുന്ന ആ ഗോപനീയത, ആ സീക്രസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഐ ബിലീവ് ദാറ്റ്. ജേക്കബ് കുന്നു സാറും എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്, വി ഷുഡ് നെവർ റൈറ്റ് അവർ ദി സർവീസ് മാറ്റേഴ്സ് ആൻഡ് ഓൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളുണ്ടോ? ഈ ഹാസ് ഓൾസോ വർക്ക്ഡ് ഇൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. DGP ആയിട്ട് ഇരുന്നു. പോലീസിൽ ഒരു പോസ്റ്റും ഇല്ല അതിന് ജോലി ചെയ്യാത്തത്. സോ ഐ ബിലീവ് ദീസ് ഓഫീസേഴ്സ്. So I took inspiration also from them. So that's why I have not written. That is number one. Number two, വൈക്കം മുമ്പേ, ആസ് ഐ ടോൾഡ് യു, എക്സൈസ് കമ്മീഷണറായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുടെ ഇടയ്ക്ക് പോയി സംസാരിക്കാനുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള ഈസ് ദ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഡ്രഗ് ആക്ടിവിറ്റീസ്. ഡ്രഗ് എവിടെയാണ് അത് നോക്കുക, ഡ്രഗ് പിടിക്കുക, കേസ് എടുക്കുക, ഡ്രഗിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുക, പല കാര്യങ്ങളും. സോ ദി ഗവൺമെൻറ്, കേരള ഇസ് ദ ഓൺലി സ്റ്റേറ്റ് വിച്ച് ഹാസ് മെയ്ഡ് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആസ് ദ നോഡൽ ഏജൻസി ഫോർ ഡി ട്രാഫിക്കിംഗ്. അപ്പോൾ അതിൻ്റെ ഒരു കമ്മീഷണറായിട്ട് ജോലി കിട്ടുമ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ സാറും എന്നോട് പറഞ്ഞു, നമ്മുടെ സ്കൂൾ കോളേജുകളിൽ ഈ പ്രോബ്ലം ഒരുപാട് കൂടിയിട്ടുണ്ട്, ഇത് കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ കുറയ്ക്കാൻ ശ്രമിച്ച ഓഫീസിൽ മാത്രം ഇരുന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. സോ ഐ ഡിസൈഡഡ് ലെറ്റ് us go to schools and colleges. So almost on an average of two schools every day, I started going to schools and colleges. അവിടെ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. ഓരോ സ്കൂളിൽ, നാട്ടിൻ പ്രദേശങ്ങളിലെ സ്കൂൾ കോളേജുകളിലെ പ്രോബ്ലംസ് വരെയാണ്. സിറ്റികളിൽ സിറ്റികളിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ കോളേജുകളിൻ്റെ ലഹരി വസ്തുക്കളിൻ്റെ കാരണങ്ങൾ, അവർ കുട്ടികൾ കഴിക്കുന്നതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. ഈ നമ്മുടെ പ്രദേശങ്ങൾ, പല മലബാർ സൈഡിലൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ വരാനുള്ള വഴികൾ വേറെയാണ്, അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. സെൻട്രൽ കേരളയിലൊക്കെ കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്, അതിന് വരാനുള്ള വഴികൾ വേറെയാണ്. തെക്ക് കേരള ട്രാവൻകൂറിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. അത് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്. സ്കൂൾ കോളേജുകളിൽ നിന്ന് രണ്ടാമത് ഇത് എങ്ങനെ എത്തുന്നു? സ്കൂൾ കോളേജിൻ്റെ അടുത്തുള്ള അന്തരീക്ഷം എന്നാണ്? ഗവൺമെൻറ് സ്കൂളുകളിൽ കൂടുതൽ ആണ് ഈ ശല്യം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ കാരണം എന്താണ്? നല്ല ഒരു പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ഇത്തിരി കുറവാണ്. അതിന് കാരണം എന്താണ്? ഈ ടീച്ചർമാർക്ക് വേണമെങ്കിൽ സ്കൂളിൽ ഇത് തടയാൻ സാധിക്കും. എന്തുകൊണ്ട് അവർ പൂർണ്ണമായിട്ട് തടയാൻ ശ്രമിക്കുന്നില്ല? വീട്ടിലെ ഒരു അമ്മ അച്ഛനും അറിയാത്ത അല്ല ഈ പ്രശ്നം, പക്ഷെ അവരും ഇത് തടയാൻ ശ്രമിക്കുന്നില്ല. പിന്നെ ഞങ്ങളുടെ പ്രശ്നം ഏതായാലും കുട്ടികൾ ഇത് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്നു, ഇത് കുട്ടി അത് തുടങ്ങിക്കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം? അവിടെ അഡിക്ഷൻ സെൻറ്റർ കേരളത്തിൽ ഇല്ല. ഒരു വലിയൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ സർക്കാരുമായി സംസാരിച്ചു. TP രാമകൃഷ്ണൻ നമ്മുടെ വകുപ്പ് മന്ത്രി സാറിനോട് പറഞ്ഞു, അദ്ദേഹം ചീഫ് മിനിസ്റ്ററുമായി സംസാരിച്ചു. 6 മാസത്തിൻ്റെ ഉള്ളിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം കൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ജില്ലകളിലെ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ഞങ്ങൾ തുടങ്ങി. എല്ലാ ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. തിരുവനന്തപുരമാണെങ്കിൽ നെയ്യാറ്റിൻകര, കൊല്ലമാണെങ്കിൽ ചാത്താനൂർ, പത്തനംതിട്ട ആണെങ്കിൽ റാന്നി, ഇതെല്ലാം താലൂക്ക് ആശുപത്രികളാണ്. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം താലൂക്ക് ആശുപത്രികളാണ്.
ചാത്തന്നൂർ, റാന്നി, പയനാവ്, ചെങ്ങന്നൂർ, ഏ, ഏ, നമ്മുടെ ഏ, കാസർഗോഡാണെങ്കിൽ നീലേശ്വരം, കണ്ണൂരാണെങ്കിൽ പയ്യന്നൂർ, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, തിരു പാലക്കാടാണെങ്കിൽ നമ്മുടെ അട്ടപ്പാടി, മലപ്പുറമാണെങ്കിൽ നിലമ്പൂർ, തൃശ്ശൂരാണെങ്കിൽ ചാലക്കുടി, എറണാകുളം, നമ്മുടെ എറണാകുളം പിന്നെ അങ്കമാലിയിൽ നിന്ന് അങ്കമാലിയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണല്ലോ നമ്മുടെ മോളിൽ പോകുമ്പോൾ, മൂന്നാറിലേക്ക് പോകുമ്പോൾ താലൂക്ക്, അവിടെ അങ്ങനെ എല്ലാ സ്ഥലത്തിലും ഇത് തുടങ്ങിയപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് തോന്നി ഒരു വർഷം ജോലി ചെയ്ത ശേഷം ഇത് നമ്മളെല്ലാം ഒരു ബുക്കായിട്ട് എഴുതിക്കൂടെ. സോ ഐ ടുക്ക് 2 years, 1917 and 18, to write this book. It took me still 2 years. ആകെ ചെറിയ ബുക്കേ ഉള്ളൂ, 160 pages only. Now second edition has come. So that was the main inspiration why I wrote the book. Arvind. സാറ് പറയുന്നുണ്ട്, സാറിൻ്റെ ഈ പുസ്തകത്തിൽ തന്നെ സാറ് പറയുന്നുണ്ട്, വീട് ഒരു വെറുക്കപ്പെട്ട സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു മാറിയ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ ഒരു കേരളം പോലെയുള്ളൊരു വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഉള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ പാരാമീറ്റേഴ്സിലും നമ്മൾ നല്ല രീതിയിൽ പോകുമ്പോൾ വീടുകളിൽ എങ്ങനെയാണ് സാർ ഈ ഒരു മാറിയ അന്തരീക്ഷം ഉണ്ടാവുന്നത്? ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യമാണ് കോവിഡ്. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ കോവിഡിൽ ഇല്ലായിരിക്കാം, പക്ഷേ കോവിഡിന് മുമ്പിലുള്ള ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് മിക്കവാറും ആ മെമ്പേഴ്സ് കുറേ ആളുകളത് ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്. അവരെല്ലാം വിവാഹം ചെയ്യുന്നവരാണ്, കുട്ടികൾ അവർക്കും കാണും. സത്യത്തിൽ നിങ്ങളെ ഒരു ഓണസ്റ്റ്ലി നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഈ കോവിഡിന് മുമ്പിലുള്ള സാഹചര്യം ഒന്നും ഓർക്കണം. എന്താണ് നമ്മുടെ വീടുകളിൽ നടക്കുന്നത്? എൻ്റെ വീട്ടിലും എൻ്റെ കുട്ടികളും ആ വയസ്സ് കഴിഞ്ഞിട്ട് വന്നവരാണ്. 10ാമത്തെ ക്ലാസ്സിൽ എൻ്റെ മകൻ പഠിക്കുമ്പോൾ ഐ യൂസ് ടു സി, ഞാൻ ഓഫീസിൽ നിന്ന് ഏകദേശം പോലീസിൻ്റെ ജോലി ചെയ്തിട്ട് ഒരു 7 മണിയാവുമ്പോൾ ഞാൻ പോലീസിൽ 7 മണിക്ക് പോകും, വീട്ടിൽ 7 മണിക്ക് എത്തും. ഭാര്യ വന്ന് ജോലി ചെയ്യുകയായിരുന്നു. ഭാര്യ അവർ 5-6 മണിക്ക് തിരിച്ചു വരും. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി 2 മണിക്ക് സ്കൂൾ തീരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ വന്നിട്ട് സൈക്കിൾ എടുത്തിട്ട് അവർ 1-2 ട്യൂഷനിലേക്ക് പോകും. പിന്നെ അവർക്ക് ഹോബി ക്ലാസ്, അത് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ 3 ആൾ ഒരേ സമയം ഒരു 6 മണി മുതൽ 7 മണി ഇടയ്ക്കാണ് നമ്മൾ വീട്ടിൽ തിരിച്ചു വരുന്നത്. ശരിയല്ലേ ഇത് ഏത് വീട്ടിൽ ഇത് നടക്കാത്തതാണ്? 7 മണിക്ക് ഒരു രാവിലെ 6 മണിക്ക് 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടി 7 മണിക്ക് വരുമ്പോൾ ഈ ആൾ എന്തെല്ലാം അവിടെ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. he or she is too tired. അപ്പോൾ അവർ വന്നിട്ട് അമ്മനോട് ആഹാരം ചോദിക്കുന്നു. അമ്മ ബൈ ദ ടൈം ഷീ ഈസ് ഓൾറെഡി ഇൻ. കേരളത്തിന് അങ്ങനെയാണല്ലോ. എൻ്റെ ഭാര്യ ആയാലും നിങ്ങളുടെ ഭാര്യ ആയാലും വൈകുന്നേരത്തെ ആഹാരം അവർക്ക് അല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എ റിയാലിറ്റി. നോബഡി ഹാസ് സെർവൻറ്റ്സ്. ഞങ്ങളുടെ വീട്ടിൽ പോലും സെർവൻറ്റൊക്കെ വരുമ്പോഴും 2 മണിക്ക് അത് പോകുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് വൈകുന്നേരം ആഹാരം ചേച്ചിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഷീ ഈസ് ബിസി ഇന്ന്. കുട്ടി വന്നു, പക്ഷെ അമ്മ അടുക്കളയിലാണ് ആഹാരം ഉണ്ടാക്കുന്നു. ഇത് ചെയ്യുമ്പോൾ 8 മണി 8-8:30 മണിയാവും ആഹാരം കഴിക്കും. അതിനുശേഷം ആ കുട്ടി ഒരു ആഹാരം കഴിച്ചിട്ട് വല്ല ഹോംവർക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇയാൾ മുറിയിലോ കുറേ ഹോംവർക്ക് ചെയ്തിട്ട് ഇയാൾ കിടക്കാൻ നോക്കും. ഇറ്റ് ഈസ് നോട്ട് എ റിയാലിറ്റി. അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മ അച്ഛന്മാരുമായി സംസാരിക്കാനോ ഈ അമ്മക്ക് ഈ കുട്ടീനോട് ചോദിക്കാനോ, മോനെ എന്തൊക്കെയാണ് സ്കൂളിലെ കാര്യങ്ങൾ, നിങ്ങളെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നിങ്ങളുടെ ഗ്രേഡ് കുറവാണെങ്കിൽ എന്തുകൊണ്ട് കുറവാണ്, ഇത് ടീച്ചറിൻ്റെ ആവശ്യമുണ്ടോ, സ്കൂളിൽ ഈ ലഹരി വസ്തു ശല്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ, നിങ്ങൾ വല്ല കഴിക്കുന്നുണ്ടോ? അങ്ങനെ മനഃശാസ്ത്രമായി ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത് എവറി ചൈൽഡ് നീഡ്സ് മിനിമം 10-15 minutes സ്പീക്കിംഗ് എക്സ്ക്ലൂസീവ്ലി വിത്ത് എവറി ചൈൽഡ്. വീട്ടിൽ 2 കുട്ടിയാണെങ്കിൽ അവർക്ക് 15 മിനിറ്റ് വേണം. 20 മിനിറ്റാണ് ശരിക്കും വേണ്ടത് ഒരാൾക്ക്. ഇത് ചോദിക്കാൻ അച്ഛന്മാർക്ക് സമയമൊന്നും ഉണ്ടാവാറില്ല. ഐ ഹാവ് സീൻ മൈ ഓൺ എക്സാമ്പിൾ. നമ്മൾ വേറെ ഓഫീസിൻ്റെ പണി അത് തീരുവില്ലല്ലോ, പോലീസിൻ്റെ പണി തീരുവൊന്നുമില്ല. അത് ഇങ്ങനെ രാത്രി 24 മണിക്കൂർ ഫോണിൽ. അന്ന്
അന്ന് മൊബൈൽ ഫോണില്ലായിരുന്നു, വയർലെസ്സിലോ, ഇങ്ങനെ അവിടെ ബിസി ആവുകയാണ്. അമ്മക്കേ കാണുള്ളൂ സമയം. ആ സമയം ഇപ്പോൾ ഇല്ലാതെ ആവുകയാണ്. പിന്നെ അമ്മക്കും വേണം കുറച്ച് ഒരു സീരിയൽ നോക്കാനോ ഇല്ലെങ്കിൽ ടി വി നോക്കാനോ ഒക്കെ. സോ ബേസിക്കലി ദർ ഈസ് നോ കമ്മ്യൂണിക്കേഷൻ അറ്റ് ഹോം. Less of communication is creating this more problem. They know that their children are having problem, but they don't have time to find it out and take action. അമ്മ അച്ഛന്മാർക്ക് വേറെ ഒരു പ്രശ്നം, ഞാൻ എൻ്റെ കുട്ടീനും അമ്മക്ക് അറിയാം, എല്ലാ അമ്മമാർക്കും അറിയാം, ഈ ഒരു നോട്ടം മതി ഒരു കുട്ടി ഈ നോർമൽ ആണോ ഇല്ലയോ എന്ന്, ഇല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഇയാൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന്, അൺയൂസ്വൽ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ മദർ കുട്ടി മുഖം കണ്ടാൽ മതി സ്കൂളിൽ നിന്ന് പറഞ്ഞു. അമ്മക്ക് മനസ്സിലാവും. ദേ ആർ ബോൺ സൈക്കോളജിസ്റ്റ്, ചൈൽഡ് സൈക്കോളജിസ്റ്റ് ദാറ്റ് വേ. അവർ പറയുന്നത് 2 വർഷം വരെ ഈ കുട്ടി സംസാരിക്കാനില്ലല്ലോ. എന്നിട്ടും കുട്ടി സംസാരിക്കാത്ത കുട്ടിയുടെ ആവശ്യങ്ങൾ അമ്മക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ സംസാരിക്കാത്ത കുട്ടിക്ക് ആവശ്യങ്ങൾ അറിയാവുന്ന അമ്മക്ക് നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികളുടെ ആവശ്യം തിരിച്ച് മനസ്സിലാക്കാൻ nobody has time. അപ്പോൾ സമയമില്ലായ്മയാണ് ഇപ്പോൾ നമ്മുടെ ഒരു മുഖ്യ പ്രശ്നം. ഇത് നമ്മൾ തിരുത്തണം. നമ്മുടെ അമ്മ എത്ര ബിസി ആയാലും, ഇഫ് എ മദർ വാണ്ട്സ്, ദേ ക്യാൻ ഹാവ് എ 10 minutes ടൈം ഫോർ എവറി ചൈൽഡ്. അതിന് സംശയമൊന്നുമില്ല. ഇതിൻ്റെ 10 മിനിറ്റ് പോലും ഞങ്ങൾക്ക് സ്വന്തം കുട്ടിയുമായി സംസാരിക്കാൻ ഇല്ല, എനിക്ക് തോന്നുന്നില്ല. സോ ദിസ് ഇസ് ദ പ്രോബ്ലം അറ്റ് ഹോം. യു വിൽ അഗ്രി വിത്ത് മീ. യെസ്. സാറിന്റെ പുസ്തകത്തിൽ തന്നെ അമ്മയെക്കുറിച്ചുള്ളൊരു സ്വാധീനം എങ്ങനെയാണ് ഉണ്ടായെന്ന് സാർ പറയുന്നുണ്ട്. അതായത് UPSC പരീക്ഷ എഴുതി കഴിഞ്ഞ സാറിന് അതിൽ വിജയിക്കാൻ ആദ്യം കഴിയാത്ത സമയത്ത് കൃഷി ചെയ്തോളൂ എന്ന് പറഞ്ഞ് അമ്മ ആശ്വസിപ്പിച്ചത്. അപ്പൊ പരീക്ഷയുടെ സമ്മർദ്ദം ഒരു അമ്മ എങ്ങനെയാണ് നേരിട്ടതെന്ന് സാറിന്റെ പുസ്തകത്തിൽ തന്നെ സാറിന്റെ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപകരോടുള്ള ആറ്റിറ്റ്യൂഡും അവരോടുള്ള അപ്രോച്ചും മാറിയതിനെ കുറിച്ചും സാർ പുസ്തകത്തിൽ ഉടനീളം പറയുന്നുണ്ട്. അധ്യാപകരോടും അമ്മമാരോടും സാറിന് എന്താണ് സംസാരിക്കാനുള്ളത്? പ്രത്യേകിച്ച് കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന സ്കൂളുകളിലും വീടുകളിലും ഇവർ രണ്ടുപേരും ആയതുകൊണ്ട് സാറിന്റെ അവരോടുള്ള ഒരു അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ അമ്മമാർ എപ്പോഴും നമുക്കേക്കാൾ കുറഞ്ഞ പഠിച്ചവരായിരിക്കും 98%. അൺലെസ് ഐ മദർ ഈസ് എ പ്രൊഫസർ ഓർ എ ടീച്ചർ ഓർ സോ. അപ്പോൾ അമ്മ ഒരു നല്ല പഠനം ഉണ്ടാവണമെന്നില്ല. അമ്മ ഒരു മോറൽ സപ്പോർട്ട് മാത്രം കിട്ടിയാൽ മതി. തെറ്റായ കാര്യങ്ങൾ പറയാനും വീട്ടിൽ ഒരു ആളുണ്ടായിരിക്കണം. തെറ്റായിട്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ട് തിരിച്ചു പറയാനുള്ള ഒരാൾ വീട്ടിലുണ്ടായിരിക്കണം. അത് അമ്മ ഇൻ ഇന്ത്യ അങ്ങനെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അത് അമ്മമാരെ ചെയ്യുള്ളൂ. മോനെ, നിങ്ങൾ ചെയ്ത കാര്യം ശരിയല്ല, ഈ ലഹരി വസ്തുക്കൾ നിങ്ങൾ കഴിക്കാൻ ഞാൻ മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് മുറിയിൽ ഇരിക്കുന്നു, നിങ്ങൾ എന്തോ രാത്രി മുഴുവൻ ഉറങ്ങുന്നില്ല, നിങ്ങൾ എന്തോ ചെയ്യുന്നു, അത് ശരിയല്ല. ഇത് പറയാനുള്ള അവകാശം അമ്മക്കേ ഉള്ളൂ. അത് അമ്മ ഈ കുട്ടി കേട്ടിയില്ലെങ്കിലും പറഞ്ഞേ കൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം at one point the child will understand his or her mistake. അതാണ് അമ്മമാരോട് പറയാനുള്ളത്. അവർക്ക് കൂടെ തെറ്റായിട്ട് പണി ചെയ്യുന്ന കുട്ടികളുടെ കൂടെ അമ്മമാർ നിൽക്കരുത്. ഉദാഹരണത്തിൽ, there are many cases in Kerala. This also I have written. ഞാനിവിടെ സംസാരിക്കുന്ന പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ മോട്ടോർ സൈക്കിൾ വാങ്ങാനൊക്കെ 25% കുട്ടികൾ കേരളത്തിൽ SSLC +1 +2 അവരുടെ സ്വന്തം വാഹനം ഓടിച്ചിട്ടാണ് സ്കൂൾ കോളേജിൽ പോകുന്നത്. +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 18 വയസ്സായില്ല എന്ന് നമുക്കറിയാം. അവർക്ക് ഈ മോട്ടോർ സൈക്കിൾ എവിടെ നിന്ന് കിട്ടി? അമ്മ അച്ഛൻ വാങ്ങിയല്ല കൊടുത്തത്. അതിനകത്ത് അച്ഛൻ്റെ പൈസ ആയിരിക്കും, പക്ഷേ അതിൻ്റെ തെറ്റായ പ്രേരണ അമ്മ നിന്ന് ഈ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. ഈ കുട്ടി അമ്മയുടെ അടുത്ത് പോകുന്നു, എനിക്ക് ഒരു മോട്ടോർ സൈക്കിൾ വേണം, ഇത് ചെയ്യണം. അമ്മ ഇത് തെറ്റാണ്, നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല, നിങ്ങൾക്ക് വയസ്സില്ല, അർഹത ഇല്ല. മിക്കവാറും അമ്മമാർ പറയാറില്ല. ദിസ് ഈസ് എ ബ്ലണ്ടർ ദ കമ്മിറ്റ്. ഒരു നിമിഷത്തിന് വേണ്ടി ഒരു കുട്ടീൻ്റെ ഒരു പ്രേസ്, ഒരു കുട്ടീൻ്റെ
ഒരു കുട്ടീൻ്റെ ഒരു എന്താ പറയുക, ഒരു ടു ഗെറ്റ് ഹിസ് ഓർ ഹർ ഫാൾസ് അപ്രീസിയേഷൻ അവർ കുട്ടിയുടെ കൂടെ തെറ്റായ പണി ചെയ്യാൻ വേണ്ടി അവർ കുട്ടിയുടെ കൂടെ നിൽക്കുന്നു. ദാറ്റ് ഈസ് എ ബ്ലണ്ടർ. അതേ കാര്യമാണ് നടക്കുന്നത്. ഈ കുട്ടികൾ ലഹരി വസ്തുക്കൾ കഴിക്കുന്നു അറിയുമ്പോൾ അമ്മ അത് ആരോടും മിണ്ടുന്നില്ല. അമ്മ ഈ കുട്ടികളോട് അവരോട് പറയാനില്ല. ഈ സ്വന്തം ഭർത്താവിനോട് പറയാനില്ല. മിക്കവാറും 70, 50, 60% അമ്മമാർ അവർക്ക് മനസ്സിൽ ഒരു അജ്ഞാതമായ ഒരു പേടി. ഞാനിത് ഈ കുട്ടീനോട് തർക്കിച്ചാൽ വല്ല കുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ, വല്ല കുട്ടി വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ, എത്രയും അമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 വർഷങ്ങളിൽ ഐ മസ്റ്റ് ഹാവ് മെറ്റ് നിയർലി 2000 mothers, ഓൾമോസ്റ്റ് ട്വൈസ് 2 mothers a day. അപ്പോൾ ആ രീതിയിൽ അവരൊന്നും പറയാനില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ അമ്മ ഈ കുട്ടീനോട് കാണിക്കുന്നതിന് ഒരു വലിയ ഒരു ഒരു വലിയ ഒരു തെറ്റാണ്. ആ കുട്ടി ഈ ലഹരി വസ്തുക്കളിൽ ഇത് തടയാനാണെങ്കിൽ, ലഹരി വസ്തു കഴിക്കുന്നതിന് ഉടനെ ആ സമയത്ത് തടയാനാണെങ്കിലേ ഉള്ളൂ. അത് അമ്മയ്ക്ക് തിരിച്ച് മനസ്സിലാക്കി തടയാൻ ശ്രമങ്ങൾ ചെയ്യണം. ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം, കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം, ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി കടത്തി ചികിത്സിപ്പിക്കണം. ഓൺലി മദർ ക്യാൻ ഡു ദാറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹർ ഹസ്ബൻഡ്, ഫാദർ. പക്ഷെ അത് മിണ്ടാതെ നിൽക്കുക, അജ്ഞാതമായ ഭയങ്ങൾ കൊണ്ട് ആരോടും പറയുകയില്ല. ആ കുട്ടീൻ്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുന്നു. സോ ദിസ് ഈസ് വാട്ട് ഐ ടെൽ ടു ഓൾ ദി മദേഴ്സ്. നിങ്ങൾ എപ്പോൾ തന്നെ ബഹളം ഉണ്ടാക്കണം. ദ മൊമെൻറ്റ് യു കം ടു നോ നിങ്ങളുടെ കുട്ടി എന്തോ തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ട്, അവരെ അത് ഹസ്ബൻഡിനോട് പറയണം, ഡോക്ടറുമായി കൗൺസിലറുമായി സംസാരിച്ച് ചികിത്സിപ്പിക്കാൻ ശ്രമിക്കണം. ഇന്നലെ ഒരു അമ്മ വിളിച്ചിരുന്നു, ജോസഫ് ഞാൻ പറഞ്ഞ അവരെ കേൾക്കുന്നില്ല. നിങ്ങൾ ഒരു അമ്മ പറഞ്ഞ ഒരു കാര്യം കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞ ഇയാൾ കേൾക്കുക? പിന്നെ ആരും ഈ ലോകത്തില്ല. സാക്ഷാൽ ഈശ്വരൻ വന്നാലും അവർ കേൾക്കില്ല. അപ്പോൾ ഒരു അമ്മാതെ ഒരു വല്ലായ്മ, അങ്ങനെ വല്ലായ്മ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ആ കുട്ടി നശിച്ച് പോകുന്നേ ഉള്ളൂ. ഓൺലി യു ഹാവ് ടു മേക്ക് ആൻ എഫേർട്ട്. നിങ്ങൾ തന്നെ അപ്പോൾ അവർ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകാൻ തയ്യാറാവുന്നില്ല. വേറെ ഒരു അമ്മ ഇന്നലെ എന്നോട് സംസാരിച്ചു. അവർ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി. ഡി അഡിക്ഷൻ സെൻറ്ററുകാർ ചോദിച്ചു, കുട്ടി നിനക്ക് ഇവിടെ കടത്തി ചികിത്സിപ്പിക്കാൻ സമ്മതമുണ്ടോ? കുട്ടി പറഞ്ഞു, എനിക്ക് സമ്മതമൊന്നുമില്ല. അവരെ ഇയാളെ പൊക്കളാൻ പറഞ്ഞു. അമ്മ പറയുകയാണ്, ഞാനിപ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് എന്ത് പറയാൻ പറ്റും? സമ്മതിപ്പിക്കണം. പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ചികിത്സിപ്പിക്കണം. കുട്ടി നന്നാവും. ഇല്ലെങ്കിൽ ഈ കുട്ടിയുടെ ജീവിതം പോയിന്ന് കരുതിയാൽ മതി. ദാറ്റ് ഈസ് ഫോർ മദേഴ്സ്. ഫോർ ടീച്ചേഴ്സ്, ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ പണി നേരത്തെ പോലെ. ടീച്ചറിൻ്റെ അവസ്ഥ അതേപോലെ ഇപ്പോൾ ടീച്ചർമാരുടെ അവസ്ഥ നാം തന്നെ, ഇതിനകത്ത് ഇരിക്കുന്ന ആളുകൾ കുറെ ടീച്ചറായിരിക്കും. സൊസൈറ്റി, സമൂഹം, PTA. ഈ PTA ആണ് ഏറ്റവും കൂടുതൽ ടീച്ചർമാരെ ഉപദ്രവിക്കുന്നത്. ഇപ്പോൾ PTA ആണെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. അഗൈൻ ദീസ് ആർ മൈ വ്യൂസ്. ഐ വിൽ പ്രൂവ് ഇറ്റ് ഹൗ ഇറ്റ് ഈസ്. നിങ്ങളോ ഞാനോ സ്കൂൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ അമ്മ അച്ഛന്മാർ ഒരിക്കലും പോലെ സ്കൂൾ കോളേജിൽ പോവില്ലായിരുന്നു. വല്ലപ്പോഴും ഒരു റിസൾട്ട് വന്ന ദിവസത്തിൽ അച്ഛൻ ആ വണ്ടിയിൽ 2 വീലറിൽ കൊണ്ടുപോയി റിസൾട്ട് വാങ്ങാനല്ലാതെ, ഡു യു റിമെമ്പർ ദേ യൂസ് ടു. ഇപ്പോൾ ഇത് ഒരു കയറി നടക്കുകയാണ് ദിനം പ്രതി. പാരൻസ് ഹാവ് മേഡ് ഇറ്റ് ഓൾമോസ്റ്റ് എ ഡെയിലി ഹാബിറ്റ് ടു വിസിറ്റ് സ്കൂൾ. എന്തിനാ സ്കൂളിൽ പോകുന്നു? കുട്ടിയുടെ പഠനം നന്നാക്കാൻ വേണ്ടിയല്ല അവർ പോകുന്നത്. കൂടുതൽ പ്രാവശ്യം അവർ പോകുന്നത്. ഐ വാസ് ഓൾസോ എ ലെക്ചറർ, മൈൻഡ് യു. ഐ ഹാവ് ടോട്ട് ഇൻ എ കോളേജ് ഫോർ 2 years. ഒരു സ്കൂൾ കോളേജ് നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം. അന്ന് ആരുടെയും അമ്മ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ഒടുവില്ലായിരുന്നു. ഇപ്പോൾ അവർ പോയിട്ട് എൻ്റെ മകൻ്റെ ക്ലാസ്സിൽ AC വർക്ക് ചെയ്യുന്നില്ല, വലിയ ക്ലാസ്സാണ്, ഒരു AC ഉള്ളൂ, 2 AC വെക്കാൻ കൊള്ളാമായിരുന്നു. എൻ്റെ മകൻ്റെ സുഹൃത്തിൻ്റെ ക്ലാസ്സിൽ 2-3 AC ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടിയാണ് ഇവർ പോകുന്നത്. എൻ്റെ സ്വന്തം സഹോദരി, ബാക്കി കാര്യങ്ങളൊക്കെ പോട്ടെ, എൻ്റെ സ്വന്തം സഹോദരി പറഞ്ഞു ഒരു 3/4 മാർക്ക് ഏതൊരു ടെസ്റ്റിൽ കുറവായിട്ട് വന്നു. 3/4 മാർക്ക്.
എൻ്റെ സഹോദരി സ്കൂളിൽ പോയി വഴക്കുണ്ടാക്കുകയായിരുന്നു. ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചതാണ്. എന്നോട് ഒന്ന് പറഞ്ഞു തരാമോ എന്തിനാ മുക്കാൽ മാർക്ക് കുറഞ്ഞു എന്ന്? ഇങ്ങനെയൊക്കെയുള്ള അമ്മമാർ ഈ നാട്ടിലും ഉണ്ട്. ഞാൻ എൻ്റെ സഹോദരിയുടെ കാര്യമാണ് പറയുന്നത്. ഏതോ ഒരു ടെസ്റ്റിൽ മുക്കാൽ മാർക്ക് കുറഞ്ഞു പോയി കാണാം. അതിന് എന്താ? ഇത് ഒരു ICSന്റെ പരീക്ഷ ഒന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിലും ഒരു ടീച്ചറിനെ അങ്ങനെ ഒരു വെല്ലുവിളിക്കാൻ പറ്റുമോ? ഇതാണ് ഈ സ്കൂൾ കോളേജ് ഇവന്മാരുടെ ശല്യം കൊണ്ട് ഈ ടീച്ചേഴ്സ് എല്ലാം മടത്തുക. പ്രിൻസിപ്പളൊക്കെ എല്ലാം മടത്തിരിക്കുകയാണ്. ഐ ചാലഞ്ച് ഇവിടെ ഇരിക്കേണ്ട പ്രിൻസിപ്പൽമാർ പറയണം ഇത് അവരുടെ സ്കൂളിൽ ആ ശല്യമില്ല. ഉണ്ട്. എൻ്റെ സ്വന്തം മകൻ പഠിച്ച തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ സ്കൂളിൽ ഒരു ദിവസം ഒരു മേക്കോ മേക്കോ ഒരു ദിവസം പറഞ്ഞു PTA മീറ്റിങ്ങിന് അവർ പറഞ്ഞു സാറ് വരണം. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ സമയമൊന്നുമില്ല. ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ദിസ് PTA ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് സച്ച്. ബിലീവ് മീ. നിങ്ങളുടെ കുട്ടിയെ ഒരു പ്രിൻസിപ്പലും ഒരു ടീച്ചർമാരോ ഒരു സ്കൂളിൽ വിശ്വസിച്ചിട്ട് ഈ കുട്ടിയെ അങ്ങോട്ട് അയച്ചല്ലോ, ഫീസും കൊടുത്തു. ഇനിയും ഈ ടീച്ചർമാർ കൈകാര്യം ചെയ്യട്ടെ. ടീച്ചർമാർ നന്നായിട്ട് അവരെ പഠിപ്പിച്ചോട്ടെ. ലെറ്റ് us have some faith and trust in the teachers. ഇപ്പോൾ ഈ കേരളത്തിൽ പ്രത്യേകം ടീച്ചർമാരുടെ മേളിൽ ഒരു വലിയ വിശ്വാസം അച്ഛന്മാർക്കും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. PTA അവർക്ക് വിശ്വാസമൊന്നുമില്ല. അവർ കയറി നടക്കുക. PTA അവിടെ നടക്കുന്നത് അവിടെ ട്രഷറർ ആരാവണം, പ്രസിഡന്റ് ആരാവണം, അത് ഒരു പൊളിറ്റിക്സിൻ്റെ ഒരു 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 എന്തു പറയുക, ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു വേദിയായിട്ട് മാറ്റിയിരിക്കുകയാണ്. ട്രഷറർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രഷറായിരുന്നു, ഈ പ്രാവശ്യം ഞാൻ പ്രസിഡൻ്റായി കൂടെ. ഞാനാണ് ഈ സ്കൂളിൻ്റെ ആനുവൽ ഡേയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പൈസ ഏർപ്പാട് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സംസാരം നമ്മുടെ സ്കൂൾ കോളേജുകളിൽ ഇല്ലേ? ആ പ്രിൻസിപ്പൽമാർ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. ഈ 1000 സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളോട് മാത്രമല്ല പ്രിൻസിപ്പൽമാരോടും ഞാൻ സംസാരിച്ചു. പ്രിൻസിപ്പൽമാരൊക്കെ ഒരു കറയാനില്ലാന്നേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ പറഞ്ഞ ഇപ്പോൾ ആരും കേൾക്കില്ല. PTA ഞങ്ങളെ എപ്പോഴും വേണമെങ്കിൽ വന്നാൽ അപ്പോൾ ആ PTA മീറ്റിങ്ങിൽ എൻ്റെ ഭാര്യ പോയി അവിടെ. അത് ഒരു മണിക്കൂർ ശേഷം തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായിരുന്നു മേലിൽ എൻ്റെ PTA മീറ്റിങ്ങിൽ എന്നെ അയക്കരുത്. ഞാൻ പറഞ്ഞു എന്താ സംഭവിച്ചേ? അവർ ഈ അച്ഛന്മാർ കുറേ ആളൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയില്ലാന്നേ ഉള്ളൂ, ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ ഭാര്യ അവിടെ പോയി ഒരു PTA മീറ്റിങ്ങിൻ്റെ ദൃശ്യങ്ങൾ എന്നോട് പറഞ്ഞത്. ഈ ദൃശ്യങ്ങൾ ഇനിയും ഇല്ലേ? ഞാൻ പറഞ്ഞ കാര്യം 17 വർഷം മുമ്പിലുള്ള കാര്യമാണ്, 2004. അത് കൂടിയെന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഈ രീതിയിൽ ഈ പാവം ടീച്ചർമാരോട് ഒന്നും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. ഈ ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എവിടെയാണെന്ന് നടന്ന ക്ലാസ്സിലാണ്. വൈ ദ ടീച്ചർ ഈസ് നോട്ട് കൺട്രോളിങ്? ഞാൻ പറഞ്ഞു തരാം. ഞാൻ ചോദിച്ചു ടീച്ചർമാരോടും, ഞാൻ സെപ്പറേറ്റ് സംസാരിച്ചു. ടീച്ചർ ഞങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യാത്ത ഒരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു എന്താ? ടീച്ചർ ഞങ്ങളെ ഏതോ ഒരു കുട്ടിയെ 3-4 കുട്ടികൾ ഞങ്ങളെ ഒരു കുട്ടിയെ പറഞ്ഞു നിങ്ങൾ ഇയാൾ ലഹരി വസ്തുവോ വല്ലതും കഴിക്കുന്നുണ്ട്, സ്കൂൾ ക്ലാസ്സിൽ കുറേ ശല്യപ്പെടുത്തുന്നുണ്ട്, ലഹരി വസ്തു കഴിച്ചില്ലെങ്കിലും മറ്റേ ആളുകൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മേലിൽ എങ്ങനെ ചെയ്യുകയെന്ന് പറയുമ്പോൾ ആ കുട്ടി നേരെ അച്ഛനോട് പോയി ഞങ്ങൾ അവരായിട്ട് പരാതി പറയുകയാണ്. അച്ഛൻ കുട്ടിയെ വിശ്വസിക്കുകയുള്ളൂ. ഈ ടീച്ചറിനെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ. ഒരു ദിവസം പിന്നെ സംഘമായിട്ട് കുറേ അച്ഛന്മാർ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ പറഞ്ഞു. ഈ ടീച്ചർ അവരായിട്ട് പരാതി പറയുന്നു. പ്രിൻസിപ്പൽ അവരുടെ മുമ്പിൽ ഇയാളെ വിളിച്ചിട്ട് കുറെ വിരട്ടുന്നു. ഇയാളത് തെറ്റില്ലെങ്കിലും അത് അവിടെ ഇരിക്കട്ടെ. അത് പിന്നെയും നമ്മൾ അംഗീകരിക്കാം. ഈ അച്ഛന്മാർ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് ഈ മലബാർ സൈഡിലാണ് ഈ പ്രശ്നം കൂടുതൽ. അവർ ബാലാവകാശ കമ്മീഷനിലേക്ക് ഈ ടീച്ചറുടെ പേര് ഒരു പരാതി എഴുതി അയക്കും. അപ്പോൾ ആ മലബാറിൻ്റെ കുറേ ടീച്ചർമാർ എന്നോട് പരാതി പറഞ്ഞു. ഞാൻ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ബാലാവകാശ കമ്മീഷൻ ചെയർമാനുമായി ഞാൻ സംസാരിച്ചു. അന്ന് മാഡമായിരുന്നു ശോഭ കോശി മാഡം. ഞാൻ പറഞ്ഞു മാഡം ഇത് നേരെയാണോ? നേരെയാണ്. ഒത്തിരി പരാതികൾ ടീച്ചർമാരുടെ അവരായിട്ട് അച്ഛന്മാർ അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം ഇത് ഒരു സ്കൂളിൻ്റെ വിഷയമല്ലേ, അത് അവിടെ വിട്ടൂടെ? ഇല്ല. അപ്പോൾ ഒരു പരാതി പറയുമ്പോൾ ബാലാവകാശ കമ്മീഷൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ അവരെ ആളെ വിളിക്കുന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു, ഒരു വാർണിംഗ് കൊടുക്കുന്നു.
ശരിയായ ഒരു കാര്യം ചെയ്യാൻ പോയ ഈ ടീച്ചർക്ക് 2 ദിവസം സ്വന്തം കയ്യിൽ നിന്ന് തിരുവനന്തപുരമിലേക്ക് പോയി അവിടെ ഏതൊരു ഹോട്ടലിൽ താങ്ങി 2 ദിവസം അവിടെ താമസിച്ചിട്ട് ഒരു ഒരു വിശദീകരണം കൊടുക്കാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ. ടെൽ മീ വിച്ച് ടീച്ചർ വിൽ ട്രൈ ടു കറക്റ്റ് യുവർ ചൈൽഡ്? അവരാരും ചെയ്യില്ല. അവർ പ്രദേശം ഞങ്ങളിപ്പോൾ നിർത്തി. ഏതോ ഒരു ജില്ലയിലുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഒരു 1-2 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ വേറെ ഒരു ക്ലാസ്സിൽ കുട്ടി വന്ന് ഇരിക്കുന്നു എന്ന് ടീച്ചർ ഒരു പ്രാവശ്യം പറഞ്ഞു. ആ പെൺകുട്ടിയാണ് 2 പ്രാവശ്യം പറഞ്ഞു. ആ ആ സ്റ്റുഡൻറ് കേൾക്കുന്നില്ല. ഇല്ലാത്ത ക്ലാസ്സിൽ പോയി ഇരിക്കുന്നു. അപ്പോൾ പറഞ്ഞു ശരി യു കം വിത്ത് മീ, നിങ്ങൾ നമ്മൾ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോകാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ കാണാം, CCTV-യിൽ. ടീച്ചർ പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് പോകുന്നു. ഈ പെൺകുട്ടി മോളെ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിൽ പോയി 4-ാമത്തെ നിലയിലൊക്കെ പോയി അവിടെ നിന്ന് ചടന്നു മരിക്കുന്നു. ടീച്ചർ ജയിലില്ല. വിച്ച് ടീച്ചർ വിൽ ട്രൈ ടു ഡു ദെയർ ഓണസ്റ്റ് ജോബ്? നോബഡി വിൽ ഡു, ആൻഡ് ഐ അഗ്രി വിത്ത് ദം. ലഹരി വസ്തുക്കളുടെ ശല്യം മാറാൻ ശ്രമിക്കുമ്പോൾ ടീച്ചർമാർ പ്രിൻസിപ്പലിന് വഴക്ക് കിട്ടുകയാണെങ്കിൽ, അച്ഛനും ബാലാവകാശ കമ്മീഷനിൻ്റെ ഒരു വിശദീകരണം കൊടുക്കാനുള്ള ഗതികേട് വന്നതാണെങ്കിൽ, കുട്ടികളെ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ, നോ ടീച്ചർ വിൽ ഡു ഹിസ് ഓർ ഹർ ജോബ് പ്രോപ്പർലി. യെസ്. സാറേ, നമ്മൾ മാത്രമല്ല, പെൺകുട്ടികളും ലഹരിയുടെ ഉപയോഗത്തിൽ ഒട്ടും പുറകിലല്ല. 20% പെൺകുട്ടികളും ലഹരി ഉപയോഗിക്കുന്നെന്ന് സാറിന്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് സാർ ഈ മാഫിയകളിലേക്ക് കേരളം പോലൊരു സംസ്ഥാനത്തിലെ കുട്ടികൾ ഇത്ര എളുപ്പത്തിൽ എത്തിച്ചേരുന്നത്? അതൊരു വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് ഈ പല കാരണങ്ങളുണ്ടാവാം. ഒരു കാരണം ഇപ്പോൾ പെട്ടെന്ന് ഈ കഴിഞ്ഞ 5-10 വർഷത്തിൽ വന്നിരിക്കുന്നത്, ഈ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റിലാണ് ഈ അച്ഛന്മാർ അവർ ചേർക്കുക. ഞങ്ങൾ ഈ കോച്ചിങ് ക്ലാസ്സുകളിൽ ഒരു സ്റ്റഡി ഞങ്ങൾ ചെയ്തു. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഇവിടെ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും. ഈ ലഹരി വസ്തുക്കളുടെ സ്കൂൾ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗം ഇപ്പോൾ കോച്ചിങ് ക്ലാസ്സുകളിലാണ്. ഞാൻ പറഞ്ഞ് വിശ്വസിച്ചാൽ മതി. ഞങ്ങളൊക്കെ നേരിട്ട് പോയി നോക്കിയ കാര്യമാണ്. അപ്പോൾ സ്കൂൾ കോളേജ് കോച്ചിങ് ക്ലാസ്സിലെ കുട്ടികളെ ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിക്കുന്നത്? ചില അച്ഛന്മാർക്ക് അവർക്ക് ഒരു PMT ക്ലാസ്സിന് എന്നെ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഡോക്ടറാകാൻ ഒരു താല്പര്യമില്ല, എനിക്ക് സയൻസിന് താല്പര്യമില്ല. ചില ആൾ പറഞ്ഞു ഞങ്ങൾ എഞ്ചിനീയറിങ്ങിന് PET പാസ്സാക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിന് ഒരു താല്പര്യവുമില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആ ക്ലാസ് തുടങ്ങുമ്പോൾ കോച്ചിങ് ക്ലാസ്സിന് 3-4 കുട്ടികളുടെ സംഘമായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് പൈസ വേണമല്ലോ. അപ്പോൾ കുറേ ആളുകൾ ഞങ്ങളെ സമീപിക്കും. ഒരു സ്കൂൾ കുട്ടികൾ വൈകുന്നേരം 3-4 മണിക്കൂർ സ്കൂൾ ഡ്രസ്സിൽ തെണ്ടി നടക്കുമ്പോൾ ഈ ലഹരി വസ്തുക്കൾ ചെയ്യാനുള്ള ഈ മാഫിയക്കാർക്ക് മനസ്സിലാവും. അവർ പറയും, കുട്ടി ഈ സാധനം പിടിച്ചു നിങ്ങൾ ആ സ്ഥലം വരെ കൊണ്ടുപോയി തന്നാൽ മതി, ഞങ്ങൾ 500 രൂപ തരാം. എത്രയോ കുട്ടികളെ രാത്രി കാലങ്ങളിൽ ഞങ്ങൾ പിടിക്കുമ്പോൾ അവരത് പറയുകയാണ്, ഞങ്ങളുടെ ക്ലാസ്സിൽ പോകാൻ താല്പര്യമില്ല, പക്ഷേ ഞങ്ങൾ എന്തോ ഒരു സാധനം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കൊണ്ടുപോകുന്നു, ഞങ്ങൾക്ക് നല്ല പൈസ കിട്ടുന്നു. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ദേ ഗെറ്റിംഗ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദീസ് മാഫിയ പീപ്പിൾ. രണ്ടാമത്തത്, ഈ സ്കൂൾ കോളേജിൻ്റെ 1 കിലോമീറ്ററിൻ്റെ ഒരു 100-200 മീറ്ററിൻ്റെ വിസിനിറ്റിയിലാണ് ഈ എല്ലാ ലഹരി വസ്തുക്കളൊക്കെ വിൽക്കുക. മിക്കവാറും ഇത് പണ്ട് നമ്മൾ വിൽക്കുന്നത് ചെറിയ തട്ടക്കടകളിലായിരുന്നു. ഇപ്പോൾ തട്ടക്കട ഒന്നുമില്ല. തുണിക്കട, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, മുട്ടായി ഷോപ്പ്, സ്വീറ്റ് ഷോപ്പ്, എല്ലാ സ്ഥലത്തിലും ഈ ലഹരി വസ്തുക്കളുടെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. പണ്ട് ലഹരി വസ്തുവിൻ്റെ പേരിൽ കഞ്ചാവ് മാത്രമുണ്ടായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ ഈ പാൻ മസാല, പാൻ പരാഗ്, ജർദ, ഗുട്ക, ഖൈനി, പല സാധനങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ലഹരി വസ്തുക്കളുടെ സാധനങ്ങളാണ്. കാരണം എല്ലാത്തിലും നിക്കോട്ടിൻ ഉണ്ട്, എസ്പർട്ടൈം ഉണ്ട്. നിക്കോട്ടിൻ, എസ്പർട്ടൈം ലഹരി വസ്തുക്കളുടെ തത്വങ്ങളാണ്, കെമിക്കൽസ് ആണെന്ന് ഗവൺമെൻറ് തന്നെ പറയുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഈ ലഹരി മാഫിയ ഇടയ്ക്ക് ഇവരൊക്കെ അവർ അന്ന് കൂട്ടത്തിൽ വരിക. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്.
യെസ് സർ. ഹലോ. യെസ് സർ, യെസ് സർ. സാർ, സാറിന്റെ ഈ പുസ്തകത്തെ പറ്റി, അല്ലെങ്കിൽ സാർ ഈ പുസ്തകം എഴുതാൻ കഴിഞ്ഞ 5 വർഷം എടുത്തു എന്ന് പറഞ്ഞു. നമ്മളുടെ ഇവിടെ കൂടുതൽ ലിസണേഴ്സ് ആയിട്ടുള്ളത് പേരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. സാർ ഇപ്പോൾ പേരൻസിനും ടീച്ചേഴ്സിനുമുള്ള അഡ്വൈസ് കൊടുത്തു. സാർ, കുട്ടികൾക്കും കൂടെ ഇതിൽ നിന്ന് എങ്ങനെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതിനെ പറ്റി സാറിന്റെ തോട്ട് എന്താണ്? കുട്ടികളോട് ഈ ബുക്കിലും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ചെയ്യാൻ രണ്ട് കാര്യമേ ഉള്ളൂ. 18 വയസ്സുകാർക്ക് കൂടെ ഈ ലഹരി വസ്തുക്കളുടെ മാഫിയനോടൊന്നും നേരിടാനുള്ള അവകാശവും ഇല്ല, അവർക്ക് ശേഷിയും ഇല്ല, അവർക്ക് നിയമാംശം ഡസൻ അലൗ ദം. അവർ ആ വസ്തു കഴിക്കാതെ ഇരിക്കുക. പിന്നെ ആ വസ്തു അവരുടെ സുഹൃത്തോ ആരും അവരുടെ അയൽവാസികളെന്നോ ആരും അത് വസ്തു ഉപയോഗിക്കാൻ കാണുകയാണെങ്കിൽ ആ വിവരം അതായത് ആളുകളെ അറിയിക്കുക. അമ്മ, അച്ഛനാവാം, ടീച്ചറാവാം, പ്രിൻസിപ്പൽ ആവാം. ഒരു നമ്പർ ഞാൻ തരാം, ആ നമ്പറിലേക്ക് വിളിച്ചും പറയാം. ദാറ്റ് ഈസ് വൺ തിങ്. ദർ ആർ ടു വേസ് ഓഫ് കൺട്രോളിങ് ദ ഡ്രഗ്സ് ഇൻ ദ സൊസൈറ്റി. ഒന്ന്, കേരളത്തിൽ ഈ സാധനങ്ങൾ വരാതെ ഇരിക്കുക, അത് നടക്കില്ല. ഈ ജനാധിപത്യത്തിൽ ഇതൊന്നും നടക്കില്ല. ഇത് റോഡ് വഴി അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്തിൽ വരുമ്പോൾ അവർ കൂട്ടിക്കൊണ്ട് വരുന്നു. റോഡ് വഴി ട്രക്കുകളിൽ, വലിയ വാഹനങ്ങളിൽ മുകളിൽ കിടക്കുന്ന സാധനങ്ങളുടെ അടിയിൽ താഴെ ഒരു ചെറിയ സംഖ്യയിൽ ഈ സാധനം കൊണ്ടുവരുന്നു. എയർപോർട്ട് വഴി വരുന്നു, സ്വർണം പോലെ വരുന്നുണ്ട്. പിന്നെയാണ് ഈ പൗഡർ പോലെ കാണുന്ന ഈ ലഹരിൻ്റെ കാര്യം. അത് പൗഡറായിട്ട് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഈ സാധനങ്ങൾ കേരളത്തിലും ചിലപ്പോൾ വരികയായിരിക്കും. ഒരു ലേഡി ഹാൻഡ് ബാഗിൽ 5-6 പൗഡർ കിടക്കുന്നു. അതേ ഷേപ്പിലുള്ള അതേ രീതിയിൽ കാണുന്ന ഒരു ഡിബിയിൽ ഒരു ജാറിൽ ഈ ലഹരി വസ്തുവിൻ്റെ ചിലപ്പോൾ ബ്രൗൺ ഷുഗറോ ഇല്ലെങ്കിൽ ഈ ഹെറോയിനോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചു അറിയിക്കാൻ പറ്റുമോ? ആർക്കും അറിയിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കടൽ മാർഗവും വരുന്നു. എല്ലാ ആളുകൾക്കും ഈ വസ്തുവിൻ്റെ ഡിമാൻഡ് കേരളത്തിൽ കൂടുതലായതുകൊണ്ട് ഇറ്റ് ഈസ് കമ്മിങ് ടു കേരള ഫ്രോം ഓൾ പോസിബിൾ സോഴ്സസ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ഡിമാൻഡ് കുറക്കണം. ഡിമാൻഡ് കുറയ്ക്കുകയാണെങ്കിൽ നാം തന്നെ ഇത് കഴിക്കാതെ ഇരിക്കണം. ആ ഒറ്റ വഴിയേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ദിസ് ഈസ് ദി ലെസൺ ഫോർ ചിൽഡ്രൻ. താങ്ക് യു സർ. സർ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് സർ എനിക്ക്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് സർ ഗെയിം അഡിക്ഷൻ. മൊബൈലിൽ ഗെയിംസ് കളിച്ച് കുട്ടികൾ ഭയങ്കര അഡിക്റ്റഡ് ആകുക, ബാക്കി ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം പുറകോട്ട് മാറി നിൽക്കുക. സർ, ഇങ്ങനെയുള്ള ഈ അഡിക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് സാറിന് എന്താണ് സർ പറയാനുള്ളത്? എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ? ഇതിൻ്റെ ഒരു ഈ കുട്ടീനെ ഒരു പ്രായക്കുറവായതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ആലോചിക്കാനുള്ള അവർക്ക് ശേഷിയില്ല. അവർക്ക് ആ വയസ്സ് വന്നിട്ടില്ല. ഒരു 8 വയസ്സുകാരൻ, 9, 10 വയസ്സുകാരന് ഈ കാര്യം തെറ്റാണ്, ഈ കാര്യം ശരിയാണ്, ഈ കാര്യം എനിക്ക് ബാധിക്കും, അങ്ങനെ വിചാരിക്കാനുള്ള കഴിവ് ഇയാൾക്ക് ഇല്ല. അപ്പോൾ ആരും ഈ കാര്യം പറഞ്ഞു കൊടുക്കണം. ആർക്ക് പറയാൻ കഴിയും? ആ അമ്മ അച്ഛന്മാർ മാത്രമേ അവർക്ക് പറയാൻ കഴിയുള്ളൂ. ദേ ഹാവ് ടു. ഒരു കണ്ണ് അവർക്ക് മേലെ. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ പരീക്ഷ, ഇപ്പോൾ ക്ലാസ് എല്ലാം നടക്കുന്നത് മൊബൈലിലാണ്. മൊബൈലിൽ ഏത് സമയത്തിൽ പരീക്ഷ കഴിഞ്ഞു, ഏത് സമയത്തിൽ ഇയാൾ അവിടെ നിന്ന് മാറി ഒരു ഗെയിം കളിച്ചു എന്ന് നമുക്ക് തിരിച്ചു അറിയാൻ പോലെ പറ്റില്ലല്ലോ. ഈ കോവിഡ് സമയത്തിൽ മൊബൈലിൻ്റെ ഉപയോഗം 40% കൂടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുതിയ സ്റ്റഡി പറയുന്നത്. നേരത്തെ 2 മണിക്കൂർ ഈ മൊബൈൽ ഫോണിൽ കളിക്കുന്ന കുട്ടികൾ ഇപ്പോൾ 4 മണിക്കൂർ കളിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് 100%. അപ്പോൾ അതുകൊണ്ട് അവരുടെ ദുരുപയോഗവും കൂടിയിട്ടുണ്ട്. പല രീതിയിൽ അവരുടെ ടെൻഷനും അവരുടെ സ്ട്രെസ് ലെവലും കൂടിയിട്ടുണ്ട്. പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് തടയാനാണെങ്കിൽ കുട്ടിയുടെ ഒരു ട്രസ്റ്റ് അമ്മ അച്ഛന്മാർക്ക് തിരിച്ച് എടുത്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ നിന്നെ കളിക്കാൻ വേണ്ടി സമയം കൊടുക്കുകയാണ്, ഇവിടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, ഇനിയും നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ കളിച്ചോളൂ. പക്ഷേ എന്താണ് കളിക്കുന്നത് എന്നൊന്നും അറിയിക്കണം. ആ കുട്ടി ഈ കാര്യം ഏറ്റെടുക്കണം. കുട്ടി അമ്മ പറഞ്ഞ കാര്യം, അമ്മ പറഞ്ഞ ആ ലിമിറ്റിൽ, അമ്മ പറഞ്ഞ ആ പരിധിയിൽ കുട്ടി നിലനിൽക്കണം. അല്ലാതെ വരെ ഒരു ആകാശന് ഈശ്വരൻ തന്നെ വന്ന ഇത് കുട്ടികളെ ഈ പ്രോബ്ലം മാറ്റിത്തരുമോ എന്ന് ആരും കരുതണ്ട. ഇവിടെ അഗെയിൻ എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പാരൻസ് ഓൺലി.
and they have to get the trust of their children. കുട്ടി, മോനെ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നിങ്ങൾ കളിച്ചോളൂ. അവരെ ഒന്ന് കളിക്കാനേ പാടില്ല എന്ന് അത് വേറെ ഒരു വിഡ്ഢിത്തരമാണ്. അവർ ഫോൺ കൊടുക്കാതെ ഇരിക്കുക, അവരെ കഴിക്കാനും സമ്മതിക്കലില്ല. അത് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടി അയൽവാസിൻ്റെ വീട്ടിൽ പോയി അവരുടെ ഫോൺ കൊണ്ട് അവർ കളിച്ചോളൂ. യു ഗിവ് ദം ഫോൺ. 9th ക്ലാസ് മുതൽ കുട്ടികളെ ഫോൺ കൊടുക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ ഫോണിൽ എന്താണ് അവർ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ നോക്കിയേ പറ്റൂ. ദെയർ ഈസ് നോ അതർ വേ. യെസ് സർ. Thank you so much for that answer, sir. So one last question from my end. അത് ആക്ച്വലി സർ ഓഡിയൻസിൽ നിന്ന് എനിക്ക് വന്ന മെസ്സേജിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സർ, ഈ പറയുന്ന ലഹരി ആണെങ്കിലും ഗെയിം ആണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും അഡിക്ഷനിലേക്ക് കുട്ടികൾ പോയി കഴിഞ്ഞാൽ റൈറ്റ് ആളെ അപ്രോച്ച് ചെയ്ത് ഇത് കംപ്ലൈന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ ഇഷ്യൂ ഇന്നതാണ്, അല്ലെങ്കിൽ അഡിക്ഷൻ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ പോലീസിൽ പോയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലോ ഒക്കെ, അല്ലെങ്കിൽ ഒരു റൈറ്റ് പേഴ്സണിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ എന്താണ് സാർ മാർഗമുള്ളത്? ആക്ച്വലി ഈ ഞാൻ ഞാൻ ഡി അഡിഷൻ സെൻറ്റേഴ്സ് നമ്പർ കൊടുത്തല്ലോ. ഈ ബുക്കിലെ എല്ലാ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാ ഡി അഡിഷൻ സെൻറ്റേഴ്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാം പിന്നെ ഒരു നമ്പർ ഞാൻ തരാം. ആ നമ്പറിൽ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. ഒരു നമ്പർ ഏത് വേണമെങ്കിൽ 3 കൗൺസിലർമാർ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 3 കൗൺസിലർമാർ കോഴിക്കോട്, കൊച്ചിയും പിന്നെ തിരുവനന്തപുരത്തിലെ ഇരിപ്പുണ്ട്. അവരോട് സംസാരിക്കാം. അവരുടെ നമ്പറുകൾ വേണമെങ്കിൽ, ഡി അഡിഷൻ സെൻറ്ററിൻ്റെ നമ്പർ വേണമെങ്കിൽ ആ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. യു ക്യാൻ നോട്ട് ഡൗൺ ദ നമ്പർ 944. പിന്നെ ഈ അവരുടെ അയൽവാസത്തിലെ റോഡ് സൈഡിലെ ഇല്ലെങ്കിൽ അവരുടെ കോളനിയിൽ, സ്കൂളിലെ ഈ ലഹരി വസ്തു ഉപയോഗമുണ്ടെന്ന് ആ വിവരണം അറിയിക്കാൻ വേണ്ടി ഒരു ജനറൽ നമ്പറുണ്ട്. ആ നമ്പറിലേക്ക്, ഇത് സ്റ്റേറ്റ് എക്സൈസ് കൺട്രോൾ റൂമാണ്, അത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്, നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ എൻ്റെ നമ്പറിൽ അവരെ വിളിക്കാൻ പറഞ്ഞാൽ മതി. ഐ വിൽ ടോക്ക് ടു ദ കമ്മീഷണർ ആൻഡ് വി വിൽ ടേക്ക് ദി ആക്ഷൻ. സോ ഫസ്റ്റ് ട്രൈ എ നമ്പർ വിച്ച് ഐ ടെൽ. ആ നമ്പർ നടപടി എടുത്തില്ലെങ്കിൽ അവരെ എന്നെ ഒരു SMS കൊടുക്കാൻ ഒത്തിരി ആളുകൾ എന്നെ അയക്കുന്നുണ്ട്. ഓൺ വിച്ച് I am making an arrangement to take the action. So that number is 94471 7800. I will repeat it again, 94471 7800. Thank you very much, sir, for your time. We will meet again. Yeah. സർ, എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യന്, കുട്ടികൾ അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പഠനവും പിന്നീട് ജോലിയും തേടണമെന്നും ശാസ്ത്രീയമായ രീതിയിലുള്ള കരിയർ ഗൈഡൻസ് അതിനെ സഹായിക്കുമെന്നും സാറ് പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. സാറിൻ്റെ മകളെയും മകനെയും അക്കാര്യത്തിൽ സാർ എങ്ങനെയാണ് സഹായിച്ചത്? സാർ അത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് സാർ ഒന്നുകൂടെ ഒന്ന് പറയുമോ? നമ്മളപ്പോൾ ഒന്നും സഹായിച്ചിട്ടില്ല. ദേ ഹെൽപ്പ് ദംസെൽവ്സ്. ഈ ഒരു വലിയ പ്രശ്നം ഇന്ത്യ രാജ്യത്തിൽ നടക്കുന്നത്, കേരളം ഇസ് വെരി കോമ്പറ്റേറ്റീവ്. കേരളത്തിൽ പോലുള്ള ഈ ട്യൂഷൻ്റെ കാര്യത്തിലും ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വായിച്ചു. ട്യൂഷൻ്റെ ഒരു സ്റ്റഡി നടന്നിട്ട് ഏറ്റവും കൂടുതൽ ട്യൂഷൻ നടക്കുന്നത് കേരളത്തിലാണ്. വി ആർ വെരി കോമ്പറ്റേറ്റീവ്. കുട്ടികളുടെ കാര്യത്തിൽ അച്ഛന്മാർ അതൊരു കാണിക്കുന്നത് ക്രൂരതയുടെ അവസാനമില്ല. ദർ ആർ 3 types of tuitions. ഒരു 10 മാസത്തിൻ്റെ ട്യൂഷനുണ്ട്, ദാറ്റ് ഈസ് ജൂലൈ മുതൽ അടുത്ത മാർച്ച് വരെ. ഒരു 6 മാസത്തിൻ്റെ ട്യൂഷൻ കാലമുണ്ട്, ഒക്ടോബർ മുതൽ മാർച്ച് വരെ. ഒരു 3 മാസത്തിൻ്റെ ട്യൂഷൻ കാലമുണ്ട്, ജനുവരി മുതൽ മാർച്ച് വരെ. ഈ മൂന്നിലും ഒന്നാമത്തെ സംസ്ഥാനമായിട്ട് ഇരിക്കുന്നത് കേരളമാണ്. പീപ്പിൾ മോർ ദാൻ ദ ചിൽഡ്രൻ, അവരുടെ അച്ഛന്മാരുടെ അവർക്ക് തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇത് എഡ്യൂക്കേഷൻ, കേരള സ്കൂൾ എഡ്യൂക്കേഷൻ ഇസ് നത്തിങ് ബട്ട് എ പ്ലേയിങ് ഫീൽഡ് ഫോർ പാരൻസ് എന്ന് പറയാൻ കഴിയും. പക്ഷേ ഇതിനകത്ത് ബലിയാവുന്നത് ഈ പാവം കുട്ടികളാണ്. ഇതെല്ലാം റൂൾ സെറ്റൊക്കെ ചെയ്യുന്നത് ഈ അച്ഛന്മാരാണ്. അവർ തീരുമാനിക്കുകയാണ് അവരോട്. ഒരു കുട്ടി 2 കുട്ടികളുണ്ടെങ്കിൽ ഒരാൾ എഞ്ചിനീയർ ആവണം, ഒരാൾ ഡോക്ടർ ആവണം. ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ ക്രേത്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ലതാണ്. പക്ഷേ ഈ കുട്ടിക്ക് സമ്മതമുണ്ടോ ഇല്ലയോ എന്ന് ഒന്നും നോക്കിയാൽ കൊള്ളാമായിരുന്നു. ഇഫ് ദ ചൈൽഡ് ഡസൻറ്റ് ഹാവ് എൻ ഇൻട്രസ്റ്റ്, he or she will never become that. Take it from me. ഇത് കുട്ടിക്ക് എനിക്ക് 1 കോടി രൂപ
ഓരോ കോടി രൂപ എൻട്രൻസ് ഫീ കൊടുത്തിട്ട് ഡോക്ടർ ആക്കിയാലുള്ള ആൾ ആത്മഹത്യ വരെ ശ്രമം ഞാൻ കണ്ടിട്ടുണ്ട്. 3 വർഷം വരെ ഒരു ക്ലാസ്സും എടുത്തിട്ടില്ല, ഒരു ക്ലാസ്സിനും പോയില്ല. പ്രിൻസിപ്പൽ വിളിച്ച് പറഞ്ഞു ഇയാളത് 3 വർഷമായി ഒരു എക്സാം എഴുതിയില്ല, ഒരു സെമിസ്റ്റർ എഴുതിയില്ല. അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. ഫീസ് അച്ഛൻ കൊടുത്തിരിക്കുന്ന ഫീസ് 1 കോടി രൂപയാണ്, ക്യാപിറ്റേഷൻ ഫീസ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പോയാൽ നമ്മൾ എവിടെ എത്തും? അപ്പോൾ ഈ കുട്ടികളുടെ നമ്മളൊന്നും പറയണ്ട അവരോട്. ബൈ 10th ആവുമ്പോൾ ഒരു കുട്ടീൻ്റെ താല്പര്യം പറയും, എനിക്ക് ഇതാവണം, എനിക്ക് ഇതാവണം. പെൺകുട്ടിയാണെങ്കിൽ പറയും എനിക്ക് ഇതാവണം. ദേ വിൽ ടെൽ വാട്ട് ദേ വോണ്ട് ടു ബിക്കം 10th 11th 12th. നമ്മളത് കേട്ടിട്ട് ആ രീതിയിൽ ഈ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി താങ്കളോട് വിശ്വസിക്കും, കുട്ടി ലഹരി വസ്തുക്കൾ കഴിക്കുകയില്ല. കാരണം കുട്ടി തന്നെ പറഞ്ഞ കാര്യം നടക്കുകയാണല്ലോ. അപ്പോൾ എത്രത്തോളം ദി ചൈൽഡ് വിൽ ബി സീരിയസ് അബൌട്ട് ഇറ്റ്. നിങ്ങളും പറഞ്ഞ ഒരു കാര്യം ഏൽപ്പിക്കുകയാണെങ്കിൽ കുട്ടിയുടെ സീരിയസ്നെസ് പോവുകയാണ്. എനിക്കത് താല്പര്യമൊന്നുമില്ല, ഞാൻ പഠിച്ചൊന്നുമില്ല. അപ്പോൾ പിന്നെ കുട്ടി ഒരു രോഷമായിട്ട് ഒരു 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 റിവെഞ്ചിൻ്റെ ഒരു ഒന്നും നമ്മുടെ പ്രതിഷേധമായിട്ട് എല്ലാ അമ്മ അച്ഛൻ്റെ ഇഷ്ടപ്പെടാത്ത എല്ലാ കാര്യങ്ങളെയും എല്ലാ ദൂഷ്യങ്ങളെയും ചെയ്യും, ലഹരി വസ്തുക്കൾ കഴിക്കുന്ന ഉൾപ്പെടെ. ടു ലീവ് ദം ദെയർ. As we have written that my son didn't want to go even to college. നമ്മളത് അവർ കോളേജിൽ പോകാൻ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഇയാൾ കോളേജിൽ പോയില്ല. ഇയാളൊരു 12th ക്ലാസ് പാസ്സാണ്, +2 പാസ്സാണ്. പുള്ളിക്ക് ഒരു അനിമേഷനിൻ്റെ ഒരു താല്പര്യമുണ്ടായിരുന്നു. ഞങ്ങൾ 2 ഡിപ്ലോമ പുള്ളി ചെയ്തു. ഇപ്പോൾ അനിമേഷൻ സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നു. മോളിലെ ഒരു സ്കൂൾ ടീച്ചർ, സ്കൂൾ സൈക്കോളജിസ്റ്റ് ആകാനുള്ള താല്പര്യമുണ്ടായിരുന്നു. ക്രൈസ്റ്റ് കോളേജിൽ തന്നെ MSc സൈക്കോളജി ചെയ്തു. ഇപ്പോൾ സ്കൂൾ ടീച്ചറായിട്ട് നടക്കുന്നു. അവർ ഹാപ്പിയാണ്. അവരുടെ ഹാപ്പിനെസ് അല്ലേ നമ്മുടെ ആവശ്യം. നമ്മളെന്തിനാ അവരെ IAS IPS ഡോക്ടർ IIT അമേരിക്കയിൽ പോയി ജോലി ചെയ്യാൻ? ചില ആളുകൾ താല്പര്യമില്ല, they don't want. അപ്പോൾ ഈ താല്പര്യമില്ലായ്മ കാര്യം അവരെ കുട്ടികൾ അമ്മ അച്ഛനമാർ ചെയ്യുമ്പോഴാണ് ഈ ലഹരി വസ്തുവിൻ്റെ ഏറ്റവും വലിയ കുട്ടികൾ കഴിക്കുന്ന കാരണമായിട്ടാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ സർ. യെസ് സർ. സാറ് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നോബൽ സമ്മാന ജേതാവ് കൈലാസ് സത്യാർത്ഥി പറയുന്നത് 2016 ഇന്ത്യയിലെ 64,000 കുട്ടികൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി എന്നാണ്. അപ്പോൾ ഒരു വർഷത്തിൽ 8,000 മണിക്കൂർ നോക്കിയാൽ 1 മണിക്കൂറിൽ 8 കുട്ടികൾ ഒളിച്ചോടുന്നു. സർ, ഈ കേരളത്തിലും ഇങ്ങനെയുള്ള ഒരു പ്രവണത കൂടി വരുന്നതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? അതെ, കൈലാസ് സത്യാർത്ഥി സർ പറഞ്ഞ കാര്യത്തിൽ കേരളത്തിൻ്റെ കാര്യം ഉൾപ്പെടുന്നതാണ്. കേരള തിങ്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ 64,000. ഓരോ 8 മിനിറ്റിൽ ഒരു കുട്ടി വീട്ടിൽ ഓടിപ്പോകുവാൻ പറഞ്ഞു വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു ഓടിപ്പോകുവാൻ എത്ര മാനസിക സമ്മർദ്ദം അവർക്ക് ഉണ്ടായിരിക്കും ഒന്നും ആലോചിച്ച് നോക്കൂ. വീട് പോലുള്ള അതൊരു ഹോട്ടൽ, ഒരു ലക്സറി ഹോട്ടൽ പോലെ അല്ലേ. ആഹാരം സൗജന്യമായിട്ട് കിട്ടുന്നു, ഡ്രസ് കിട്ടുന്നു, പറഞ്ഞ സാധനം കിട്ടുന്നു, നല്ല സ്കൂളിൽ പഠിക്കാൻ അവസരം കിട്ടുന്നു. അവിടെ നിന്നും ഒരു ആളെ ഓടിപ്പോകാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് നോക്കൂ, ഹൗ മച്ച് പ്രഷർ ദി പാരൻസ് വുഡ് ഹാവ് ഗിവൻ ഓൺ ഹിം ഓർ ഹർ. ഇതൊന്നുമില്ല. അത് ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്. ചിലപ്പോൾ അമ്മ അച്ഛന്മാർക്ക് ചിലപ്പോൾ വിഷമമുണ്ടാകുമല്ലോ. ഓരോ മണിക്കൂറിലും ഒരു കുട്ടി ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നു. 8,000 hours in a year, 9,000 suicides in a year. അത് വേറെ ഒരു സത്യതയാണ്. കേരളത്തിൽ ഈ കോവിഡ് കാലത്തിനും കുട്ടികളെ മടുത്തിട്ട് 125 കുട്ടികൾ കഴിഞ്ഞ 1.5 വർഷത്തിൽ സൂയിസൈഡ് ചെയ്തു. അത് നിങ്ങൾ അറിഞ്ഞോ? അങ്ങനെ ഒരു സത്യമുണ്ട്. കുട്ടികൾക്ക് സൂയിസൈഡ് ചെയ്യാൻ 55 കാരണങ്ങളുണ്ട്, 55 റീസൺസ്. അതിന് ഒരു കാരണം ഇതും കൂടിയാണ്, ഒരു ബോറടി. ഇപ്പോൾ കുട്ടികൾക്ക് പുറത്തു ഈ ലോക്ക്ഡൗൺ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തിയത്, ഏറ്റവും കൂടുതൽ ഈ ലോക്ക്ഡൗൺ കൊണ്ട് സഹിച്ചത് കുട്ടികളാണ്. നമ്മളോ ഈ വയസ്സുള്ള ആളുകളോ ഇല്ലെങ്കിൽ 40-30 വയസ്സുള്ള ആളുകളല്ല. അവർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. അപ്പോൾ അവർ അഗ്രസീവ് ആവുകയാണ്, അവർ ആരോടും മിണ്ടാതെ ഇരിക്കുന്നില്ല. അവർ ഓൺലൈൻ ഈ ലഹരി വസ്തുക്കൾ ഓർഡർ ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ നമ്മൾ അവരോട് പറഞ്ഞ കാര്യം നടന്നില്ലെങ്കിൽ ഒന്നുമില്ല, അവർ വീട്ടിൽ ഓടിപ്പോകും, ഇല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും.
ഇല്ലെങ്കിൽ അവർ ലഹരി വസ്തുക്കൾ കഴിക്കും. ഈ മൂന്ന് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അവരുടെ റിയാക്ഷൻ വിൽ ആൻഡ് ഇൻ വൺ ഓഫ് ദീസ് 3 സ്റ്റേജസ്. ഓക്കെ സർ. സർ, നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് സക്സസ് സ്റ്റോറീസ് പീപ്പിൾ ഇൻസ്പയറിംഗ് പീപ്പിൾ എന്നാണ്. എല്ലാ ദിവസവും 9 മുതൽ 10 വരെ നമ്മൾ ആളുകളുടെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ. സക്സസിനെ കുറിച്ച് അല്ലെങ്കിൽ ജീവിത വിജയത്തിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫിലോസഫിയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. സാറിൻ്റെ സക്സസ് എന്ന വാചകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിത വിജയത്തെക്കുറിച്ച് സാറിൻ്റെ വാക്കുകൾ, സാർ എങ്ങനെയാണ് അതൊന്ന് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയാമോ? നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ ചെയ്യുക. ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ജോലി, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി അവിടെ വരെ നമുക്ക് എത്താൻ സാധിക്കും. എത്താൻ സാധിച്ചില്ല, അത് ഒരു സക്സസ് ആണ്. എത്താൻ സാധിച്ചില്ലെങ്കിലും നമ്മളുടെ കഴിവ് ഈശ്വരൻ നമ്മൾ ലോകത്തിൽ അയക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കഴിവ് ഒരാളുടെ അകത്തുണ്ടാവും. ആ കഴിവ് കൊണ്ട് അവർ ജീവിച്ചോളും. ഇപ്പോൾ ഈ ഒളിമ്പിക്സ് ഇന്നലെ കഴിഞ്ഞു. 6 ആളുകൾ മെഡൽ കിട്ടി, 7 ആളുകൾ മെഡൽ കിട്ടി. 69 ആളുകളാണ് പോയത്. ബാക്കി ആളുകളും അവർ സക്സസ് ആയിട്ടുണ്ട്. ആര്? ഈ 7 ഔട്ട് ഓഫ് 63. 63 ആളും സക്സസ് ആണ്. ദേ ആർ സക്സസ്ഫുൾ ഓൾസോ. ഒരു 130 കോടി ജനങ്ങളിൽ നിന്ന് ആകെ അവിടെ 130 കോടി ജനങ്ങളിൽ നിന്ന് അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ വെറും ഒരു 69 ആൾ മാത്രം ടോക്കിയോയിലേക്ക് പോയത്. ദേ ഷുഡ് നോട്ട് ഫീൽ ബാഡ് ആൻഡ് വി ഷുഡ് ഓൾസോ വെൽക്കം ദം. നമ്മൾ നോക്കുന്നത് മെഡലിൽ നിന്ന് വന്ന ആളുകൾ മാത്രമേ അവർ പൈസ കൊടുക്കുന്നു, എയർപോർട്ടിൽ സ്വീകരണം തരുന്നു. ബാക്കി ആളുകൾ എപ്പോഴും പറഞ്ഞു അവരൊക്കെ പാവങ്ങൾ. നമ്മൾ അവരോട് ഒരു മാന്യത കൊടുക്കുന്നില്ല. ശരിയല്ല ഇത്. വി ഷുഡ് റിസീവ് എവറി വൺ ഈക്വലി. ശരി, അവർക്ക് ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കിട്ടിക്കോളും. ഇൻ മൈ ഒപ്പീനിയൻ, നമ്മളൊരു എഫേർട്ട് എടുക്കുമ്പോൾ, നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജയിക്കാം, ചിലപ്പോൾ ജയിച്ചില്ലെങ്കിലും നമ്മളൊരു ശ്രമിച്ചല്ലോ. ആ ഭാവം കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ ജീവിതം നന്നായിട്ട് നമ്മൾ ജീവിച്ചോളും. സോ സക്സസ് സ്റ്റോറി ഇത് അർത്ഥം നമ്മൾ വിചാരിച്ച കാര്യം 100% നമ്മൾ ഫലമായിട്ട് മാറണമെന്നും ഇല്ല. എഫേർട്സ് ആർ എനഫ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. ആൻഡ് യെസ് സർ. സർ, ഒരു ചോദ്യം. സാറിന് ലൈഫിനെ കുറിച്ചുള്ള ഫിലോസഫി, സാറിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ജീവിതം വെറുതെ പോവുകയല്ല, വെറുതെ കടന്നു പോവുകയല്ല വേണ്ടത്, നന്നായി ജീവിക്കുകയാണ് എന്നാണ് സാർ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. സോ വാട്ട് ഈസ് യുവർ ഫിലോസഫി അബൌട്ട് ലൈഫ് സർ? ഇത് തന്നെയാണ് നമ്മൾ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന ആളുകളുടെ ചരിത്രം ഇടയ്ക്ക് ഇതിനകത്ത് വരാറുണ്ട്, പത്രത്തിൽ വരാറുണ്ട്. ഇപ്പോൾ ഈ ഹോക്കി ടീമിൻ്റെ ആ ക്യാപ്റ്റൻ റാണി നാഗ്പാൽ ഇല്ലെങ്കിൽ വെറും ഒരു പട്ടിണിയിൽ കിടക്കുന്ന ചില കുടുംബങ്ങളിൽ നിന്നാണ് ഈ ആളുകൾ അവിടെ ഇന്ത്യ രാജ്യത്തിനെ ഇപ്പോൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്രിക്കറ്റ് ആയാലും ഹോക്കി ആയാലും ഫുട്ബോൾ ആയാലും. സഞ്ജു സാംസന്റെ വീട് ഒന്ന് പോയി കാണണം. വിഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വീടൊന്നുമല്ല, ബട്ട് ഈ പ്ലേസ് ഫോർ ഇന്ത്യ. അപ്പോൾ അവരുടെ അച്ഛന്മാർ വിചാരിച്ച കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അവർക്കും വേണമെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കാമായിരുന്നു. അവർക്കും വേണമെങ്കിൽ കുട്ടികളെ ഒരു സാധാരണ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കാമായിരുന്നു. പക്ഷെ അവർ അങ്ങനെ വിചാരിച്ചിട്ടില്ല. അവർക്ക് കഴിക്കാൻ പോരാത്തതായിരിക്കണം. അവർക്ക് ആഹാരം കഴിക്കാൻ പൈസ ഉണ്ടായില്ലെങ്കിലും അവരുടെ കുട്ടികളെ ആഹാരം നന്നായിട്ട് സമയത്തിന് കിട്ടണം. അവർക്ക് കളിക്കാൻ എങ്ങനെയെങ്കിലും ഒരു ബാറ്റ് ഏർപ്പാട് ചെയ്ത് കൊടുക്കണം, ഒരു ബോൾ ഏർപ്പാട് ചെയ്ത് കൊടുക്കണം, ഒരു ഹോക്കി സ്റ്റിക്ക് ഏർപ്പാട് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ സംസാരിക്കുന്ന അവരുടെ ജീവിതം ജീവിക്കാനുള്ള ശൈലിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ദേ ഓൾവേസ് തോട്ട് ഗുഡ് അബൌട്ട് ദെയർ ചിൽഡ്രൻ. അതുകൊണ്ടാണ് ഈ കുട്ടികളിപ്പോൾ എത്രയും കോടികൾ രൂപ ഇന്നലെ കണ്ടില്ലേ, ഒറ്റയടിയിൽ നീരജ് ചോപ്ര 10 കോടി രൂപ കിട്ടി കഴിഞ്ഞു. ഇഫ് യു ആർ സക്സസ്ഫുൾ, യെസ്, പീപ്പിൾ വിൽ, നിങ്ങളുടെ സക്സസ് നാട്ടുകാർ ഏറ്റെടുക്കും. പക്ഷെ സക്സസിന് മുമ്പ് ആരാണ് ശ്രമം ചെയ്യുന്നത്? ഇയാൾ മാത്രം ചെയ്താൽ പോരാ.
ഇയാളുടെ അമ്മ അച്ഛൻ വിചാരിക്കണം, ഇയാളുടെ കോച്ച് നമ്മൾ വിചാരിക്കണം. ഇൻ എ വേ ഓൾ ആർ ട്രൈങ് ഫോർ എ സക്സസ് ഓഫ് വൺ പർട്ടിക്കുലർ പേഴ്സൺ. അതിനകത്ത് ഇയാളിന് മാത്രം സക്സസ് കിട്ടിയെന്ന് പറയാനാവില്ല, അവർക്കും കിട്ടിയിട്ടുണ്ട്. അവരുടെ അമ്മ അച്ഛന്മാരും സക്സസ്ഫുള്ളാണ്, ആ കോച്ചും സക്സസ്ഫുള്ളാണ്, ആ ടീച്ചറും സക്സസ്ഫുള്ളാണ്. സോ സക്സസ് ഈസ് റിലേറ്റീവ്, ഇറ്റ് ബിലോങ്സ് ടു ഓൾ. ഒരാൾ നീരജ് ചോപ്ര മാത്രം ആഹ്ലാദിച്ചിട്ട് കാര്യമില്ല. നീരജ് ചോപ്രൻ്റെ ഇയാളുടെ ഭയങ്കര തടിയായിരുന്നു, ഇയാളുടെ 2 വർഷം മുമ്പ് കൈ പൊട്ടിപ്പോയി, ഡോക്ടർമാർ ശ്രമിച്ചു. ഇയാളുടെ കോച്ച് തന്നെ ഒരു വേൾഡ് ചാമ്പ്യനാണ്. മറ്റേ ആളുകൾക്ക് എന്തുകൊണ്ടും മെഡൽ കിട്ടിയിട്ടില്ല? അവർക്ക് ആ ലെവലിലുള്ള ട്രെയിനിങ് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും, അവരുടെ കോച്ച് ചിലപ്പോൾ പോരാത്ത കോച്ചായിരിക്കാം. ചില ആളുകൾക്ക് പത്രത്തിൽ വായിച്ചു അവർക്ക് അവസാനം നിമിഷത്തിൽ അവർക്ക് ധൈര്യം കിട്ടിയിട്ടില്ല, കാരണം അവരുടെ കോച്ചിനെ അവിടെ പോകാൻ സമ്മതിച്ചിട്ടില്ല. ദർ ആർ മെനി റീസൺസ്. ഒരാളുടെ സക്സസ്സിൽ ആയിരക്കണക്കിന് ആളുകളുടെ സഹായമുണ്ടാവും. നമ്മൾ ആ രീതിയിൽ നമ്മൾ ആലോചിക്കണം. ഇഫ് ഐ എം സക്സസ്ഫുൾ, മൈ മദർ, മൈ ഫാദർ, മൈ ടീച്ചർ, മൈ എല്ലാ ആളുകൾക്ക് അതിന് ഒരു റോളുണ്ട്. സോ ഫോർ എവറിബോഡി, നമ്മൾ കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റോൾ ഏറ്റവും വലുതാണ്. കുട്ടിയുടെ എന്തെങ്കിലും ജീവിതത്തിൽ കിട്ടിയാൽ യുവർ ലൈഫ് ഈസ് സക്സസ്ഫുൾ, അങ്ങനെ കരുതിയാൽ മതി. ഓക്കെ സർ. സർ, ടീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കൂടെ ഒരു ടീച്ചറുണ്ട്. ടീച്ചർ സാറിൻ്റെ ഈ ഒരു സെഷനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യനും സാർ ചോദിക്കുന്നുണ്ട്. അപ്പം കവിത ജേക്കബാണ്, BAM കോളേജ് തുരുത്തിക്കാട്, പത്തനംതിട്ടയിൽ നിന്നാണ്. സർ കുറച്ച് സമയങ്ങളിലൂടെ ഞങ്ങൾക്ക് തരുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ടു ക്വസ്റ്റ്യൻസ്, ഇത് ഈ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. യെസ് സർ. കവിത ടീച്ചർ. നമസ്തേ സർ. സർ, ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളം മുഴുവൻ കേൾക്കേണ്ടതായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു. കാരണം റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ സാർ സംസാരിച്ചപ്പോൾ ഞങ്ങൾ അധ്യാപകർക്കും പേരൻസിനും കുട്ടികളും എല്ലാം അറിയേണ്ട കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തോട്ടെ. കാരണം ഞങ്ങളൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ചില ഏരിയയാണ് സാർ സൂചിപ്പിച്ചത്. ഒന്ന്, മദേഴ്സിന്റെ അടുത്തുനിന്നുണ്ടാവുന്ന ഫോൾസ് അപ്രീസിയേഷൻ, അല്ലെങ്കിൽ ഏറ്റവും തുടക്കത്തിൽ തിരിച്ചറിഞ്ഞിട്ട് പോലും അതിനെ പൊതിഞ്ഞു സൂക്ഷിച്ചു കൊണ്ടുപോയതിന്റെ പേരിൽ ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ. ഇത് സാർ ഉറപ്പായിട്ടും സാറിന്റെ മുന്നിൽ വന്ന കേസസ് അനലൈസ് ചെയ്തതിന്റെ പേരിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെയുള്ളതാണ് ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. വളരെ കറക്റ്റ് ആയിട്ടാണ് സാർ പറഞ്ഞത്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, സാർ പറഞ്ഞു കുട്ടികളുടെ ട്രസ്റ്റ് ഏറ്റെടുത്ത് കൊണ്ട് വേണം നമ്മൾ അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം. ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു വാക്ക് എന്ന് പറയുന്നത്, ആസ് എ ടീച്ചർ, ആസ് എ പാരന്റ് എല്ലാം നമുക്ക് റിലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ ഹാപ്പിനെസ്. അവരുടെ ഹാപ്പിനെസ് അല്ലേ നമ്മുടെ ഹാപ്പിനെസ് എന്ന് സാർ ചോദിച്ചത്. ഇത് ചേർത്ത് നിർത്തുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കോളേജുകളിലൊക്കെ വിമുക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ആകാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സാർ അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. എനിക്കതില് സാറിനോട് ഒരു അഭിപ്രായം ചോദിക്കാനുള്ളത്, കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും അധ്യാപകരുടെ കൂടി ഒരു പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കണ്ടിന്യൂസ് പ്രോഗ്രാം ആയിട്ട് തന്നെ അത് നടത്തുക. അതായത് ഒരു അവയർനെസ് ക്ലാസ് മാത്രം കൊടുക്കാതെ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫോളോ അപ്പ് ഉള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ഇത് ഇഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അതിന് അതായത് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം, ടീച്ചേഴ്സും സ്റ്റുഡൻസും നമ്മുടെയൊക്കെ NSS NCC പോലുള്ള ഗ്രൂപ്പുകളെയൊക്കെ ഒരു അക്കാഡമിക് ഇയറിന്റെ ആദ്യം തന്നെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ട് ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ് കൊണ്ടുപോവുക. ജസ്റ്റ് ക്ലാസ്സുകൾ അല്ലാതെ നമുക്ക് അതിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കും എന്നത് സാറിൻ്റെതായ ഒരു വലിയൊരു അഡ്വൈസ് ഈ ഒരു മേഖലയിൽ ഉണ്ടാവുന്ന ഒത്തിരി നന്നായിരിക്കും. ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. അത് മാഡം ചെയ്യാം. ഇതിന് എക്സൈസ് കമ്മീഷണർ ഉണ്ട്, അവിടെ നല്ല ഓഫീസറാണ് അനന്ത് കൃഷ്ണൻ. ഞാൻ അവിടെ ഉണ്ടായ സമയത്തിൽ ഞങ്ങൾ 3000 സ്കൂൾ കോളേജുകളിൽ ആൻറ്റി ലഹരി ക്ലബ്ബുകൾ ഞങ്ങൾ സ്ഥാപിച്ചു, പൈസ കൊടുത്തു, സ്പോർട്സ് നടത്തി. നടക്കാത്ത ഒട്ടേ സ്പോർട്സ് ടൂർണമെൻ്റ് ഉണ്ടായിരുന്നില്ല. ക്രിക്കറ്റ്, ഹാൻഡ്ബോൾ, വോളിബോൾ, കബഡി, ഖോഖോ, ഒരു 100 കണക്കിന്. കാരണം അവർ പറയുന്നത് സ്പോർട്സ് ഈസ് ദ ബെസ്റ്റ് ആൻറ്റി ഡോട്ട് ടു ദ ഡ്രഗ്സ്. ഒരു കുട്ടീനെ ഒരു സ്പോർട്സിലേക്ക് ആക്കിയാൽ പിന്നെ ഈ കുട്ടി ആ സ്പോർട്സ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും.
ഇല്ലെങ്കിൽ കുട്ടീനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബിയിൽ കുട്ടിയെ ആക്കിയാൽ പാട്ടോ ഡാൻസോ സിംഗിങ്ങോ മിമിക്രിയോ ഡാൻസ് പാട്ട് എന്തെങ്കിലും ഒരു സ്പോർട്സിൻ്റെ ഏത് ആ ഫീൽഡിലാക്കിയാൽ പിന്നെ കുട്ടി അതിനകത്ത് ബിസി ആയിക്കോളും. പിന്നെ ഈ ഡ്രഗ്സിൻ്റെ കാര്യം ഈ കുട്ടീനെ ഓർമ്മ വരില്ല. അത് നമ്മൾ കണ്ടതാണ്. ദാറ്റ് ഈസ് എ ഫാക്ട്. ബട്ട് ദ തിങ് ഈസ് വി ആർ നോട്ട് അലൗവിങ്. സ്കൂൾ കോളേജുകളിൽ നമ്മൾ പോകുമ്പോൾ എത്ര കുട്ടികൾ അവരുടെ കൈ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ എനിക്ക് സ്കൂൾ ടീമിന് വേണ്ടി കളിക്കണം, എനിക്ക് കേരളത്തിന് വേണ്ടി കളിക്കണം, പക്ഷേ ഞങ്ങൾ നോബഡി സപ്പോർട്ടിങ് മീ. എന്നെ നല്ല ഡാൻസുകാരിയാണ്, പക്ഷേ അമ്മ അച്ഛൻ എന്നെ ക്ലാസ്സിലേക്ക് വിടുന്നില്ല. പൈസ അല്ല പ്രശ്നം. അവർ പറയുന്നത് നിങ്ങൾ പഠിച്ചാൽ മതി, 24 മണിക്കൂർ നിങ്ങൾ പഠിക്കണം, ഡാൻസ് ഒന്നും വേണ്ട, ഇറ്റ്സ് വേസ്റ്റേജ് ഓഫ് ടൈം. ഞാനൊരു പാട്ടുകാരിയാണ്, നല്ല ഞാൻ ടി വി ഷോയിൽ പോയി പാടിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അവരത് ഒരു വലിയ താല്പര്യമില്ല. അങ്ങനെ പോയാൽ ഇത് പതുക്കെ പതുക്കെ മാറ്റാനുള്ള കാര്യങ്ങളാണ്. ഇത് ഒരു ദിവസത്തിൽ പോകുമൊന്നുമില്ല. സമൂഹത്തിൽ 1000 വർഷമായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ, 10, 300, 200 വർഷമായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പോകുമൊന്നുമില്ല. ഇതിന് മേലിൽ PTA-കാരോട് വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം. ലെറ്റ് ഫസ്റ്റ് ദ PTA ചേഞ്ച് ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ്. PTA is not changing their attitude. They want to run the day-to-day administration in a school and college. ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്. എനി ടീച്ചർ, ഐ ചാലഞ്ച് എ ടീച്ചർ. ഞാനിപ്പം തന്നെ ഒരു വെല്ലുവിളിക്കുകയാണ്, ഈ കാര്യം ശരിയില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. ബിക്കോസ് ദ പ്രിൻസിപ്പൽസ് ടോൾഡ് മീ. എല്ലാ പ്രിൻസിപ്പൽമാർക്കളും പറയുമോ? അപ്പോൾ പറയൂല. മിക്കവാറും പ്രിൻസിപ്പൽ പെൺകുട്ടികളാണ്, ലേഡീസാണ്. ഇപ്പോൾ ഒരു ലേഡി, ഒരു സ്ത്രീകൾ മാത്രം, ഞാൻ പേര് പറയുന്നില്ല, സ്ത്രീകൾ മാത്രം ഓടിക്കുന്ന ഒരു വളരെ ഒരു എക്സ്പെൻസീവായ ഒരു ഹൈ ക്ലാസ് സ്കൂളിലും അവർ ഒരുപാട് ഇത് ലേഡി, ഓൾ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ. അപ്പോൾ ആ പ്രിൻസിപ്പൽ സാധാരണ നമ്മൾ പോകുമ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ടല്ലോ. അപ്പോൾ പ്രിൻസിപ്പൽ മുറിയൊക്കെ അടിച്ചിട്ട് 3-4 പ്രിൻസിപ്പലും വരെ ലേഡി ടീച്ചറൊക്കെ എന്നോട് പറയുകയാണ്, എന്നെ പറയുകയാണ്, അറിയാമോ, ടീച്ചർ 12th ക്ലാസ്സിലെ ആൺകുട്ടികൾ ഞങ്ങളെ തന്നെ മോശമായിട്ട് SMS അയച്ചു കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അവരുടെ ചോദ്യം. കെൻ യു ബിലീവ് ഇറ്റ്? യു ആർ ഓൾസോ എ ലേഡി ടീച്ചർ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ പറയാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് സ്കൂൾ വരെ വരുമ്പോൾ, സ്കൂളിൽ നിന്ന് വീട്ടിൽ വരെ പോകുമ്പോൾ താങ്കൾ ആരും ഇതുപോലെ കോമൻറ്റ് അടിച്ചിട്ട് തന്നെ പറയാൻ പറ്റുമോ? ഇത് ഇങ്ങനെയുള്ള ശല്യങ്ങൾ കുറവാണോ ഈ സമൂഹത്തിൽ? ഇഷ്ടംപോലുണ്ട്. അവർക്ക് ഒരു ദിവസത്തിന് ഒരു നിയമം ഉണ്ടാക്കിയാലോ, ഇല്ലെങ്കിൽ ഒരു പോലീസിന് പരാതി കൊടുത്താൽ തീരാൻ പോകുന്നൊന്നുമില്ല. ബട്ട് വി ഷുഡ് ഓൾവേസ് കംപ്ലൈൻറ്റ്. ക്രൈം കേസ് എടുത്തില്ലെങ്കിലും നമ്മൾ അത് ഒരു പോലീസ് സ്റ്റേഷനിലോ SIയിലോ നമ്മൾ പറയണം. പറഞ്ഞാൽ ഇത് നടപടികളുണ്ടാവും, കൂടുതൽ നടപടികളുണ്ടാവും, ഇത് ഈ കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഈ ചർച്ച, ഈ കുട്ടികളിൽ ഈ ലഹരി വസ്തു എന്താണെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തിൽ ഞാൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയിരുന്നു. ഞാൻ ആ താങ്കളുടെ 8th, 9th, 10th, 11th, 12th പുസ്തകം ഒന്ന് വായിച്ചു നോക്കൂ. വാട്ട് ഈസ് എ ഡ്രഗ്? ഡ്രഗിൻ്റെ പറഞ്ഞ സാധനങ്ങൾ എന്തൊക്കെയാണ്? പേര് നമ്മൾ പറയാൻ പാടില്ല, കാരണം പേര് പറഞ്ഞാൽ കുട്ടികൾ അത് തന്നെ കഴിക്കാൻ നോക്കും. പേര് വേണ്ട. പക്ഷേ എന്നിട്ടും ഈ ഡ്രഗ്സ് എന്താണ്, അതുകൊണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ശാരീരികമായ നമുക്ക് എന്തൊക്കെ സംഭവിക്കും, ആ കാര്യങ്ങളൊന്നും പറയാനുള്ള സമയം കഴിഞ്ഞു. ഞാൻ തന്നെ കണ്ടു, സിഗരറ്റ് ബീഡിൻ്റെ ഏതോ ഒരു ചാപ്റ്റർ, ഒരു പേജിൽ ഒരു ചാപ്റ്റർ ഏതോ ഒരു ക്ലാസ്സിൽ കിടപ്പുണ്ട്. സിഗരറ്റ് ബീഡിയുടെ കാലം കഴിഞ്ഞ 25 വർഷമായി. വി ourselves are not serious. ഈ കുട്ടികളെ ദോഷം ചില കുട്ടികൾ ഞങ്ങൾ എനിക്ക് ചോദിക്കാറുണ്ട്, സാർ ഈ ഡ്രഗ് ലഹരി സാർ പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഇത് എന്നാണെന്ന് തോന്നി പറഞ്ഞു തരാം. ജെന്യുവൻ ക്വസ്റ്റ്യൻ. So now, as per government's request, I have written 5 chapters for 8th, 9th, 10th and 11th, 8th, 9th, 10th, 11th and 12th. അതിന് വിഷയമായിട്ട് എഴുതി ഞാൻ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ഹാസ് പ്രോമിസ്ഡ് അവരുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റേഴ്സ് ഉണ്ടാക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയെ കൊടുത്തിട്ട് ചിലപ്പോൾ ഞാൻ എഴുതിയ ഈ പഠനങ്ങൾ ചിലപ്പോൾ അവർ ചേർക്കുമെന്ന്. അതിനുശേഷമായിരിക്കും കുട്ടികൾ മനസ്സിലാവുക ഇത് എന്താണെന്ന്.
നമ്മൾ മാത്രം ടീച്ചേഴ്സ് പേരൻസും ഞാനും മാത്രം സംസാരിക്കുന്നിടന്നാൽ നല്ല കാര്യമുണ്ടോ? കഴിക്കുന്ന ആൾക്ക് അറിയില്ല ഇത് എന്താണെന്ന്, ഇത് കൊണ്ട് ദുരുപയോഗം കൊണ്ട് ഇയാൾക്ക് എങ്ങനെ ഹാനി ഉണ്ടാവുന്നു എന്നുള്ളത്. സോ മൈ ഒപ്പീനിയൻ ഈസ് പ്ലീസ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യുവർ നിയറസ്റ്റ് സർക്കിൾ ഇൻസ്പെക്ടർ എക്സൈസ്. Tell your principal, ask them to arrange a class on a regular basis, and like I did, exercise, they have the authority to hold many sports events in your school, to come to your school and give lectures. പോലീസിൻ്റെ അടുത്ത് പോകേണ്ട, കാരണം പോലീസ് ഒരുപാട് പണിയുണ്ട്. ദേ ഡോണ്ട് ഹാവ് എക്സ്പെർട്ടീസ്, ബട്ട് എക്സൈസ് പീപ്പിൾ ഹാവ് എക്സ്പെർട്ടീസ്, ദേ ഹാവ് ലിറ്ററേച്ചർ ഓൾസോ. അതും വന്ന് തരും. അവരുടെ സഹായം തേടി താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സർ, അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ സാർ അത് ഏത് ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും എഴുതുന്നത്? Two books I am starting to write. One is, നമ്മളൊരു ട്രാൻസ്പോർട്ട് കമ്മീഷണറായ സമയത്ത് ഞങ്ങൾ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ സാധിച്ചിരുന്നു, മരണങ്ങൾ കുറയ്ക്കാൻ സാധിച്ചിരുന്നു. അത് ഞങ്ങൾ എങ്ങനെ സാധിച്ചു, ആ ഒരു ലളിതമായ ഭാഷയിൽ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നു. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ആ പുസ്തകം കൊണ്ട് വായിച്ചിട്ട് ഇനിയും കുറയ്ക്കാമല്ലോ. ആ പ്രശ്നം തീർന്നില്ലല്ലോ, ഇനിയും മരിച്ചു കൊണ്ടിരിക്കുകയല്ലേ ആളുകൾ. So what they can do, how we did it, also do. അത് പിന്നെ ഒരു ജയിലിനെ സംബന്ധിച്ചുള്ള അവിടെ കിടക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, സ്ത്രീകൾ കൂടുതൽ കുറ്റങ്ങൾ ചെയ്യുന്നില്ല, അതിന് കാരണം എന്താണ്, പിന്നെ ജയിലിൽ അവർക്ക് ജീവിക്കാനും പുതിയ പുതിയ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അത് ഏകദേശം 70% 30% എഴുതാതെ ബാക്കി. താങ്ക് യു വെരി മച്ച് സർ. വി വിൽ മീറ്റ് അഗൈൻ. പുസ്തകത്തിന്റെ അവസാന ഭാഗം പറയുന്ന പോലെ ഇതൊക്കെ അവസാനിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളെ അവരവരുടെ കഴിവിനനുസരിച്ച് പഠിപ്പിക്കട്ടെ. ഇഷ്ടമനുസരിച്ച് അവരുടെ മേഖലകൾ തിരഞ്ഞെടുക്കാൻ പ്രോത്സാഹിപ്പിക്കട്ടെ. കുട്ടികളുടെ മാനസിക പിരിമുറുക്കം അവസാനിക്കുമ്പോൾ ലഹരിയുടെ ഉപയോഗവും തനിയെ കുറഞ്ഞുകൊള്ളും തീർച്ച എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ലഹരിയുടെ ഉപയോഗം തീരെ ഇല്ലാത്ത ഒരു കേരളം സ്വപ്നം കാണാൻ ഞങ്ങളെയൊക്കെ പ്രേരിപ്പിച്ച സാറിന് ഒരുപാട് നന്ദി. ഈ ഒരു സമയം തന്നതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച് സർ.